പറ്റുമോ? ധാരാളം ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റും ഈ വെക്കേഷനിൽ. ധാരാളം സ്റ്റഡി ക്ലാസ്സുകൾ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ 3 ഡേയ്സ് നിങ്ങൾക്ക് നോക്കൂ 2 മണിക്കൂർ ഓൺലൈനിൽ ക്ലാസ് കിട്ടും അല്ലേ? അപ്പൊ ഇത് മൊബൈൽ ഉപയോഗിച്ചാണ് ചെയ്യണേ. അപ്പൊ ഇതേപോലെ നല്ല നിറയെ ക്ലാസ്സുകൾ പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാം. വെക്കേഷൻ ടൈം പല നല്ല കാര്യങ്ങളും പഠിക്കാൻ ഓൺലൈൻ കോഴ്സുകൾ പലതും ഉണ്ടാവും. അച്ഛനും അമ്മയോട് ചോദിച്ചാൽ അവര് തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ധാരാളം നല്ല കാര്യങ്ങൾ പഠിക്കാനായിട്ട് സമയം ഉപയോഗിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കളിക്കണമെന്ന് തോന്നുമ്പോൾ കളിച്ചോളൂ, നല്ലത് തന്നെയാണ്. കളിക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷവും ഉത്സാഹം നൽകും. കളിച്ചോളൂ, പക്ഷെ മൊബൈലിൽ കളിക്കരുത്. അങ്ങനെ എവിടെ കളിക്കുക? ഒന്നുകിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്നിട്ട് കുറച്ചു നേരം കളിക്കുക, സംസാരിക്കുക. അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ കൂടെ കളിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ കളിക്കാം. വീട്ടിൽ അനിയൻ അനിയത്തി ഉണ്ടെങ്കിൽ അവരുടെ കൂടെ, അല്ലെങ്കിൽ കുട്ടികളെല്ലാവരും അയൽ വീട്ടിലുള്ള കുട്ടികളെല്ലാവരും ചേർന്ന് നിങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ നമ്മൾ ആ രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് സമയം ഉപയോഗിക്കാം. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കളിക്കും. പകരം മൊബൈലിൽ കളിച്ചൊരിക്കലും നമ്മുടെ സമയം പാഴാക്കരുത്. മൊബൈലിൽ കളിക്കും തോറും നമ്മുടെ കണ്ണും നമ്മുടെ തലയും നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരം എല്ലാം കേടുവരും. ശരീരവും കേടുവരും, മനസ്സും കേടുവരും. കളിച്ച് കളിച്ച് പിന്നെ നമ്മൾ വേണ്ടാത്ത പല കളികളിലേക്കും പോകും. അപ്പൊ മൊബൈലിൽ കളിക്കുന്നതിലൂടെ നമുക്ക് സുഖം കിട്ടില്ല. അതേസമയം നമ്മൾ ഒരുമിച്ചിരുന്ന് കുട്ടികളെല്ലാവരും കൂടെ കളിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖം കിട്ടും, സന്തോഷം കിട്ടും, ശക്തി കിട്ടും. മൊബൈലിൽ കളിക്കും തോറും എന്താ സംഭവിക്കണേ? മൊബൈലിലെ ചാർജ് ഇറങ്ങുന്നത് പോലെ നമ്മുടെ ചാർജ് ഇറങ്ങി ഇറങ്ങി. നോട്ട് ചെയ്യുന്നുണ്ടോ? മൊബൈലിൽ കളിക്കുമ്പോൾ അതിന്റെ ചാർജ് കുറയാറില്ലേ മൊബൈൽ ഉപയോഗിക്കും തോറും? അപ്പൊ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചാർജ്, നമ്മുടെ ഇവിടുത്തെ ചാർജ്, മനസ്സിന്റെ ചാർജ് കുറയും, ബുദ്ധിയുടെ ചാർജ് കുറയും, ശരീരത്തിന്റെ ചാർജ് ശക്തി കുറയും. അപ്പൊ മനസ്സ് കേടുവരും, ബുദ്ധി കേടുവരും, ശരീരവും കൂടുതൽ കൂടുതൽ ഡാമേജ് ആയി. അപ്പൊ നമുക്ക് പഠിക്കാനും ബുദ്ധിക്ക് ശക്തി വേണം, ബ്രെയിനിന്റെ ശക്തി വേണം, ശരീരത്തിന്റെ ശക്തി വേണം, വേണ്ടേ? അപ്പൊ അതുകൊണ്ട് നന്നായി പഠിക്കണമെങ്കിൽ, നല്ലൊരു ജീവിതം നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഉപയോഗിക്കുക. സിസ്റ്റർ മൊബൈലും കമ്പ്യൂട്ടറും എല്ലാം കിട്ടിയതിനു ശേഷം ഒരിക്കലും മൊബൈലും കമ്പ്യൂട്ടറും മിസ്യൂസ് ചെയ്തിട്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക മാത്രമേ ചെയ്തു. അതുകൊണ്ട് ഇന്നും നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും ആരോഗ്യത്തോടെ ഇരിക്കാനും നമുക്ക് നിറയെ നല്ല കാര്യങ്ങൾ ചെയ്യാനും കഴിയും. മൊബൈൽ ഉപയോഗിച്ച് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് മൊബൈല് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മളെപ്പോഴും എന്തിനു വേണ്ടി ഉപയോഗിക്കാവൂ? നമുക്ക് സ്റ്റഡിക്ക് വേണ്ടി, നമ്മുടെ ഉന്നതിക്ക് വേണ്ടി, എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി, പിന്നെ അച്ഛനും അമ്മയും കാണാൻ മാത്രമേ ഉപയോഗിക്കൂ. ആരെയും കാണാതെ ഒരിക്കലും റൂമിൽ പോയിരുന്നിട്ട് മൊബൈല് യൂസ് ചെയ്യരുത്. അത് ബുദ്ധിയിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചു. യൂസ് ചെയ്യുകയാണെങ്കിൽ വിത്ത് പെർമിഷൻ, അച്ഛനമ്മയുടെ അനുവാദത്തോടെ ഉപയോഗിക്കുള്ളൂ. അച്ഛനമ്മയും കാണാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. കാണാതെ ഒറ്റയ്ക്കിരുന്ന് ഒരിക്കലും മൊബൈല് യൂസ് ചെയ്യരുത്. കാരണം മൊബൈല് കൊണ്ട് നല്ല ഉപയോഗമുണ്ട്. മൊബൈൽ ഒരു വലിയ ഭീകരനാണ്, ഒരു വലിയ അസുരനാണ്. പെരുമ്പാമ്പ് പോലെ നമ്മളെ വിഴുങ്ങും. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ പറയില്ല, അയ്യോ ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ പേടിയാണ്, ആരെങ്കിലും അച്ഛൻ്റെ കൂടെ പോകുള്ളൂ, അമ്മയുടെ കൂടെ പോകുള്ളൂ പറയില്ലേ? അതേപോലെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ വേണം. കാരണം മൊബൈൽ ഒരു വലിയ പെരുമ്പാമ്പാണ്. ഒറ്റയ്ക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഈ പെരുമ്പാമ്പ് നമ്മളെ വിഴുങ്ങിക്കളയും. പെരുമ്പാമ്പിന്റെ വായിൽ അകപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതം ഡാമേജ് ആയി. മനസ്സിലായില്ലേ? ഓക്കെയാണോ എല്ലാരും? ഓക്കെയാണോ ഈ പറഞ്ഞതിനോടൊപ്പം? ഓക്കെ ആണെങ്കിൽ എല്ലാരും കൈ ഉയർത്തു. മൊബൈലിൽ കളിക്കുന്നതിന് പകരം ആരുടെ കൂടെ കളിക്കുക? ഫ്രണ്ട്സിനോടൊപ്പം കളിക്കുക, ഫാമിലിയോടൊപ്പം കളിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? സന്തോഷാണോ? അല്ലേ? ഓക്കെ, ഗുഡ്. പിന്നെ അച്ഛനും അമ്മയുടെയും പെർമിഷനോട് കൂടിയേ മൊബൈൽ ഉപയോഗിക്കാം. അച്ഛൻ്റെ അമ്മയുടെ മുന്നിലെ മൊബൈൽ യൂസ് ചെയ്യാം. ഓക്കെ. ഇനി വെക്കേഷൻ കുറച്ച് ദിവസം കൂടി ഉണ്ട്, മെയ് മാസം കൂടി അല്ലേ? ചിലർക്ക് മാത്രം ക്ലാസ് 10ാം ക്ലാസ്സുകാർക്ക് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഈ വെക്കേഷൻ സമയം
നമുക്ക് സദുപയോഗം ചെയ്യാൻ. എന്തൊക്കെ വെക്കേഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ പഠിക്കൂ. എന്തൊക്കെ ധാരാളം കാര്യങ്ങൾ പഠിക്കാമല്ലോ ഈ സമയത്ത്. പടം വരയ്ക്കാൻ, ക്രാഫ്റ്റ് വർക്കുകള്, അല്ലേ? നമുക്ക് പല കാര്യങ്ങള്, കുക്കിംഗ് പഠിക്കാം, എന്തെല്ലാം പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഫസ്റ്റ് അമ്മയുടെ കൂടെ ഇരുന്നിട്ട് കുക്കിംഗ് പഠിക്കും. അമ്മ കുക്ക് ചെയ്യുമ്പോ എന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മ ആഹാരം ഉണ്ടാക്കി തരും, നിങ്ങൾ പൊതിയെടുത്തിട്ട് പോവല്ലേ ചെയ്യുക. ആ അങ്ങനെയല്ലേ? അപ്പൊ വെക്കേഷൻ സമയത്ത് അമ്മ അടുക്കളയിൽ പോകുമ്പോ എന്ത് ചെയ്യുക? കൂടെ പോയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് ചെയ്യുമ്പോ രണ്ട് കാര്യമാണ്. ഒന്ന് അമ്മയ്ക്ക് സഹായവും ആകും, രണ്ടാമത് എന്താണ്? നമുക്ക് പഠിക്കുകയും ചെയ്യും. വേണ്ടേ? പഠിക്കണ്ടേ? നാളെ അമ്മയ്ക്ക് ഒരു ദിവസം പനിയാണ്, അപ്പൊ അമ്മയ്ക്ക് ഒരു ചായ വെച്ച് കൊടുക്കണ്ടേ? അമ്മയ്ക്ക് ഒരു കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണ്ടേ? അമ്മയ്ക്ക് ഒരു ചോറും കറി ഉണ്ടാക്കി കൊടുക്കണ്ടേ? എന്ന് നമുക്ക് ഉണ്ടാക്കി തരുമല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ വെക്കേഷൻ സമയം അമ്മയുടെ കൂടെ പോയിട്ട് അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുക. അമ്മ നമ്മൾ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തുടച്ചു കൊടുക്കുക, പാത്രം കഴുകി കൊടുക്കുക, പച്ചക്കറി മുറിച്ചു കൊടുക്കുക, തേങ്ങ ചിരകി കൊടുക്കുക, അങ്ങനെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അമ്മയുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യും. ചെയ്യാൻ പറ്റുമോ? ചെയ്യണോ? ആ ചെയ്യുമ്പോ പഠിക്കുകയും ചെയ്യാം, അമ്മയ്ക്ക് സഹായവും ആകും. അപ്പൊ അമ്മയുടെ അച്ഛന്റെയും നമുക്ക് ആശീർവാദം കിട്ടും, മനസ്സിന്ന് ആശീർവാദം കിട്ടും. അതൊരു വലിയ ശക്തിയാണ്. അപ്പൊ അത്രയും സമയം നമ്മള് വെറുതെ കളിച്ചു കളയുന്നതിന് പകരം നമുക്കൊരു കല പഠിക്കാം. ഏത് കല? കുക്കിംഗ് എന്ന് പറയുന്ന ഒരു കല, ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കല, പിന്നെ വീട് വൃത്തിയാക്കി വെക്കുക എന്ന് പറയുന്ന കല, അല്ലെ? പച്ചക്കറി മുറിക്കുന്ന ഒരു കല, എല്ലാം ഒരു കലയാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്, അല്ലേ? അപ്പൊ നിങ്ങൾ പഠിച്ച് കുറച്ചും കൂടി കഴിഞ്ഞ് ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ജോലി കിട്ടുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കാണ്, അപ്പൊ സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുത്തെ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ എപ്പോഴും അച്ഛനും അമ്മയ്ക്ക് നമ്മുടെ കൂടെ അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് എവിടെയെങ്കിലും നിന്ന് പഠിക്കുകയാണെങ്കിലും നമുക്ക് സ്വയം വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. മനസ്സിലായോ? അച്ഛനും അമ്മയ്ക്കും ഒരു നേരം വയ്യെങ്കിൽ അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് വെക്കേഷൻ സമയമാണ്, നല്ല ചാൻസ് ആണ്. നിങ്ങൾ പഠിക്കേണ്ട ഒരു വിശേഷ കാര്യമാണ് ഇത്, കുക്കിംഗ്. എല്ലാരും എത്ര ചെറിയ കുട്ടികളാണെങ്കിലും നിങ്ങൾ പഠിക്കും, അമ്മയെ ഹെൽപ്പ് ചെയ്യും, പഠിക്കുകയും ചെയ്യുക. അതിലൂടെ അമ്മയ്ക്ക് ഒരു ഹെൽപ്പും ആകും, അമ്മയുടെ അച്ഛന്റെ ആശീർവാദം വാങ്ങാനുള്ള നല്ല ചാൻസ്. ചെയ്യില്ലേ എല്ലാരും? കുക്കിംഗ് പഠിക്കും എല്ലാരും? ആ അടുത്ത പ്രാവശ്യം ക്ലാസ്സിന് വരുമ്പോ സിസ്റ്റർ ചോദിക്കും, അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് പറയണം. ചായ വെക്കാൻ പഠിച്ചോ, ചോറ് വെക്കാൻ പഠിച്ചോ, കഞ്ഞി വെക്കാൻ പഠിച്ചോ, അല്ലേ? ഉപ്പേരി തോരൻ ഉണ്ടാക്കാൻ പഠിച്ചോ, എന്തൊക്കെ പഠിച്ചു എന്ന് പറയണം. സിസ്റ്റർ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം വരും, അപ്പൊ നിങ്ങള് പറയണം എന്തൊക്കെ പഠിച്ചു എന്ന്. പറയല്ലോ? ആ ശരി ശരി, ഓക്കെ. അപ്പോ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പൊ നമുക്ക് കുക്കിംഗ് പഠിക്കാൻ. രണ്ടാമത് എന്ത് ചെയ്യുക? അമ്മ തുണി തിരുമ്പാൻ പോകുമ്പോ കല്ലിലാണ് തിരുമ്പണമെങ്കിൽ അമ്മ തിരുമ്പാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി ഉണക്കാനിടുക. ഉണങ്ങിയ തുണി അയയുന്നെടുത്ത് മടക്കി കൊണ്ടുവന്ന് അലമാരയിൽ വെക്കുക. ഇതെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യാം. മെഷീനിലാണ് ഇടുന്നതെങ്കിൽ മെഷീനിൽ തുണി ഇടാൻ പഠിക്കുക, മെഷീനിൽ തുണി തിരുമ്പാൻ പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ മെഷീനിൽ തുണി ഇടാം. മെഷീനിൽ എങ്ങനെ ഇടണമെന്ന് അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിക്കൂ. അല്ല കല്ലിൽ തിരുമ്പാണെങ്കിൽ അത് കണ്ടു പഠിക്കൂ. എന്നിട്ട് തുണി ഉണക്കാൻ കൊണ്ടുപോയി ഇടൂ. ഉണങ്ങിയ തുണി നിങ്ങൾ സ്വയം എടുത്ത് വിരിച്ചിടൂ. നിങ്ങൾ തന്നെ ഉണങ്ങിയത് കൊണ്ടൊന്ന് മടക്കി വെക്കൂ. അയൺ ചെയ്യാൻ പഠിക്കൂ. അപ്പൊ നമുക്ക് സ്കൂളിൽ പോകുമ്പോ നമുക്ക് അമ്മയ്ക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഒരു അമ്മ ഒറ്റയ്ക്കല്ലേ ഇതെല്ലാം ചെയ്യുന്നത്, അല്ലേ? അച്ഛന് ചിലപ്പോ ജോലിക്ക് പോകണം, ബാക്കി നമ്മൾ ഒന്നോ രണ്ടോ മക്കളുണ്ടെങ്കിൽ നമുക്ക് പോകണം. അമ്മ ഒറ്റയ്ക്കല്ലേ അടുക്കളയിൽ ഇതെല്ലാം ചെയ്യണേ, ആണോ അല്ലയോ? അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യല്ലേ? അപ്പൊ നമ്മൾ ചെറിയ ചെറിയ സഹായങ്ങൾ എന്ത് ചെയ്യുക? സഹായമല്ല, നമ്മൾ ചെയ്യേണ്ട കടമകളാണ് ഇതല്ലേ. ഇത് അച്ഛനും അമ്മയ്ക്കും ഉള്ള സഹായമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അത് ഓരോരോ കാര്യങ്ങള് ഇപ്പൊ ഈ വെക്കേഷൻ സമയത്ത് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങള്. അമ്മയുടെ കൂടെ നിന്ന് പഠിക്കുക, അച്ഛന്റെ കൂടെ നിന്ന്. അച്ഛൻ എന്താണോ ജോലി ചെയ്യണേ, അച്ഛനും എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അച്ഛന് വേണ്ടി ഹെൽപ്പ് ചെയ്യാം, അമ്മയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാം. വീട്ടിലെല്ലാം വീട് വൃത്തിയാക്കി വെക്കുക, ഷെൽഫുകളെല്ലാം വൃത്തിയാക്കി വെക്കുക. ഇനി കഴിഞ്ഞ വർഷത്തെ പുസ്തകങ്ങളൊക്കെ മാറ്റി പുതിയ വർഷത്തെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെക്കണ്ടേ? അപ്പൊ അതിനുവേണ്ടി ഷെൽഫെല്ലാം ക്ലീൻ ചെയ്ത് അച്ഛനമ്മയോട് ചോദിച്ച് പഴയ പുസ്തകങ്ങളൊക്കെ എന്താ ചെയ്യണ്ടേ,
ഇതൊന്നും അമ്മയല്ല ചെയ്യേണ്ട, അച്ഛനല്ല ചെയ്തു തരേണ്ട. ആരാ ചെയ്യേണ്ടത്? നമ്മൾ തന്നെ നമ്മുടെ അലമാരകളെല്ലാം റീസെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിലൊക്കെ ബിസി ആക്കുക. അപ്പൊ ഫുൾ ഡേ നമുക്ക് ചെയ്യാൻ, കാരണം അമ്മയ്ക്കും അച്ഛനും ഫുൾ ഡേ ചെയ്യാൻ ജോലിയില്ലേ. അപ്പൊ ഈ വെക്കേഷൻ സമയം ഒന്ന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മയെയും ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ അച്ഛനെ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം പുതിയ കാര്യങ്ങൾ പലതും പഠിക്കാം. അപ്പൊ ഇതേപോലെ നല്ല നല്ല ഓൺലൈൻ ക്ലാസ്സുകൾ എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ പഠിക്കുക. കുറച്ച് സമയം കുട്ടികളുടെ കൂടെ രാവിലെ വൈകുന്നേരം വെയിലില്ലാത്ത സമയത്ത് പോയി കളിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും വികസിക്കും, ബുദ്ധിയും വികസിക്കും, നമ്മുടെ ശരീരം നല്ല ഹെൽത്തി ആയിരിക്കും, മനസ്സിന് നല്ല ഉണർവും ഉത്സാഹം. മനസ്സിലാകുന്നുണ്ടോ? ഓക്കേ, വെക്കേഷൻ ഇപ്രകാരം നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുക. ഇനി സിസ്റ്റർ എപ്പോ നിങ്ങളെ കാണുന്നു അപ്പൊ നിങ്ങൾ പറയണം, മെയ് മാസം ഫുള്ള് ഞങ്ങൾ എന്തൊക്കെ പഠിച്ചു, ജൂണിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിച്ചു, ഡെയിലി വീട്ടിൽ അമ്മ എന്തൊക്കെ ഹെൽപ്പ് ചെയ്തു, അച്ഛന് വേണ്ടി എന്തൊക്കെ ഹെൽപ്പ് ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം ഇനി കാണുമ്പോൾ പറയണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും 3 ദിവസത്തെ പ്രോഗ്രാം വളരെ നന്നായി എൻജോയ് ചെയ്യാൻ കഴിയട്ടെ. നിങ്ങൾ ഫുൾ 3 ഡേയ്സും അറ്റൻഡ് ചെയ്യൂ, ബുക്കും പേനയും കയ്യിൽ വെക്കൂ, നോട്ട് ചെയ്യൂ കാര്യങ്ങൾ, വെറുതെ കേട്ടോണ്ടിരിക്കരുത്. കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചില്ലെങ്കിൽ മറന്നു പോകും. എഴുതി വെക്കണം. എന്നിട്ട് രാത്രി നിങ്ങൾ ചെക്ക് ചെയ്യണം, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ. ഡെയിലി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നോട്ട് ചെയ്യണം, എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല. ഓക്കെ, അപ്പൊ പിറ്റേ ദിവസം അപ്പൊ നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബുക്കും പെന്നും കയ്യിൽ വെച്ചോളൂ. കേൾക്കുന്ന ഓരോ ക്ലാസ്സിലെയും മെയിൻ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ് ടച്ച് ആകുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്ന ഓരോ കാര്യവും നിങ്ങൾ എഴുതി വെക്കും. ഓക്കെ, എഴുതി വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ പോയിന്റ് വൈകിട്ട് അച്ഛനും അമ്മയ്ക്കും ഷെയർ ചെയ്യണം. ഇന്ന് എന്തൊക്കെയാണ് ക്ലാസ്സിൽ കേട്ടത്, പഠിച്ചത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും 3 ഡേയ്സിന്റെ ഈ ക്യാമ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മനസ്സ് പീസ്ഫുൾ ആകാനും നന്നായി പഠിക്കാനും നിങ്ങളുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാനും അതിലൂടെ ഒരു നല്ല ഭാവി, ഒരു നല്ല പുത്രനായി നല്ല പുത്രിയായി കുടുംബത്തിനും നാടിനും വീടിനും എല്ലാം ഒരു നല്ല വ്യക്തിയായി വളരാൻ തീർച്ചയായും ഈ ക്യാമ്പ് നിങ്ങളെ സഹായിക്കും. നമ്മുടെ എല്ലാവരുടെയും ഗുഡ് വിഷസ് നിങ്ങളുടെ കൂടെയുണ്ട്. സർവശക്തിവാനായ ഈശ്വരന്റെ അനുഗ്രഹത്തിന്റെ കൈകളും നിങ്ങളുടെ എല്ലാവരുടെയും ശിരസിലുണ്ട് എന്ന് എപ്പോഴും ഫീൽ ചെയ്തു. എപ്പോഴും തലയിൽ എന്ത് ചെയ്യുക, ഈശ്വരന്റെ കുടക്കീഴിലാണ് ഞാനെന്ന അനുഭവം എല്ലാവരും ചെയ്യൂ. എല്ലാവർക്കും വിജയാശംസകൾ. ഓം ശാന്തി. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. നമുക്ക് എല്ലാവർക്കും സിസ്റ്റർ വളരെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പാലിക്കേണ്ടതായിട്ടുള്ള, ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ, അച്ഛനമ്മമാരുടെ ആശീർവാദം നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ആരൊക്കെ ഇത് പാലിക്കും? കൈബന്ധിക്കും. സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ ആരൊക്കെ ഇന്നു മുതൽ പാലിക്കാൻ തുടങ്ങും? എല്ലാവരുടെയും വീഡിയോ ഓൺ ചെയ്തിട്ട് കൈബന്ധിക്കണം. വീഡിയോ ഓൺ ചെയ്ത് കൈബന്ധിക്കൂ. സിസ്റ്റർ കാണുന്നുണ്ടോ? അതെല്ലാരും കൈബന്ധിച്ചു. ഓക്കെ, കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഓം ശാന്തി. ശാന്തി. എല്ലാവരും വളരെ നല്ല രീതിയിലുള്ള സിസ്റ്ററുടെ കുറച്ച് പ്രചോദനങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയില്ലേ? ലൈഫിൽ ഇതൊക്കെ വേണമെന്ന് തോന്നുന്നവർ എത്ര പേരുണ്ട്? ഞങ്ങൾ ഇതൊക്കെ പാലിക്കണം, ഞങ്ങളുടെ അച്ഛനമ്മമാരെ സഹായിക്കണം. ഓ, എല്ലാവരും ഉണ്ട്. എന്നാലും കുറെ കുട്ടികളുടെ വീഡിയോ ഓൺ ചെയ്യുന്നില്ലല്ലോ, എന്ത് പറ്റി? റേഞ്ചിന്റെ പ്രോബ്ലം ആണോ? അല്ലെ സിസ്റ്റർക്ക് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോഴല്ലേ ഒരു സന്തോഷമാവുള്ളൂ, എല്ലാവരുടെയും മുഖം കാണുമ്പോഴല്ലേ സന്തോഷമാവുള്ളൂ. റേഞ്ചിന്റെ പ്രോബ്ലം ചിലപ്പോൾ ചിലരിൽ ഉണ്ടാവും. കേൾക്കുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഇനി ഇതില് 5th സ്റ്റാൻഡേർഡിന്റെ താഴെയുള്ള കുട്ടികൾ ആരൊക്കെയാ? 5th സ്റ്റാൻഡേർഡിലെ താഴെയുള്ളവര് എത്ര പേരുണ്ട്?
ആരുമില്ല? ആരൊക്കെയുണ്ട്? പേര് പറയൂ നിങ്ങളെ. സിസ്റ്റർ എല്ലാരും കാണുന്നില്ല. പേരൊന്ന് പറയോ? ആ, ആരൊക്കെയാണ്? നേത്ര നക്ഷത്ര. ഓ, നല്ല പേരാണ്. പിന്നെ വേറെ ആരാ ഉള്ളത്? 5th താഴെ, ബിലോ 5th സ്റ്റാൻഡേർഡ്. അനുകൃഷ്ണ. ഓക്കെ, ശരി. പിന്നെ ദേവപ്രിയ. ദേവപ്രിയാണോ? 6th 7th ഉള്ളവര്? 6th സ്റ്റാൻഡേർഡ്. ഓക്കെ, 6th 7th സ്റ്റാൻഡേർഡ് ഈ രണ്ടുള്ളവര് ആരൊക്കെയാണ്? നവോമിക ഉണ്ട്. ഓക്കെ, ആരൊക്കെയാണ്? ആ, ദിയ. ഓക്കെ, ദിയ ഉണ്ട്, അനുകൃഷ്ണ ഉണ്ട് അല്ലെ? ആ, ശിവാനന്ദ് ഉണ്ട്. 5th ഓൺ അബവ് 5th. പിന്നെ ദേവപ്രിയ. ആ, ഇനി 7th മുകളിലുള്ളവര് 8th 9th 10th അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? 11th 12th അബവ് 7? ആ, ദേവന ഉണ്ട് അല്ലെ? ദേവന. അനുശ്രീ ഉണ്ട്. ആ, പിന്നെ വേറെ ആരെങ്കിലും അബവ് 7th ഉണ്ടോ? 2 കുട്ടികളേ ഉള്ളൂ? ദേവനെ അനുശ്രീ മാത്രമേ ഉള്ളൂ? പ്രണവ് ഉണ്ട്. പിന്നെ നിങ്ങളെ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, ഈ സൂമിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പേര് ചോദിക്കും. ആ പേര് ചോദിക്കുന്നിടത്ത് നിങ്ങളെ ഫോണിന്റെ, ഇപ്പൊ ചിലപ്പോൾ സാംസങ് എന്നുള്ള ഫോണിന്റെ പേരായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോണിന്റെ പേരായിരിക്കും ഉണ്ടാവുക. അതിന് പകരം നിങ്ങളുടെ പേര് എഴുതിയിട്ട് വരണം, എന്നാലേ സിസ്റ്റർക്ക് അറിയുള്ളൂ ഇതാരാണ്. ഇപ്പൊ ഇത് സാംസങ് SM എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ റീനെയിം എന്നുള്ള ഇവിടെ ഫോണിന്റെ വലതേ കോർണറിൽ ആ ഒരു 3 കുത്തുണ്ടല്ലോ, അതിന്റെ ഇവിടെ റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. റീനെയിം. ആ റീനെയിമിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇടാം. കണ്ടോ എല്ലാവരും? ഫോണിന്റെ താഴെ, ഫോണിന്റെ താഴെ ഒരു 3 കുത്തുണ്ട്. റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. കണ്ടോ എല്ലാവരും? പാർട്ടിസിപ്പൻസ് എന്ന് കണ്ടോ താഴെ? പാർട്ടിസിപ്പൻസ് കണ്ടോ എല്ലാവരും? ഏറ്റവും താഴെ ആൾക്കാരുടെ ചിത്രം പോലെ പാർട്ടിസിപ്പൻസ് എന്ന് കണ്ടോ? ആ, പാർട്ടിസിപ്പൻസിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിന് നേർക്ക് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റീനെയിം എന്ന് കാണും. അപ്പൊ അതിൽ പോയിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരോടുകൂടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും പേരോടുകൂടി കുറെ പേര് വന്നിട്ടുണ്ട്, കുറച്ച് പേര് ഇനിയും വരാനുണ്ട്. അപ്പൊ അതാ പറഞ്ഞേ. ഓക്കെ, എല്ലാവരും ഇതിൽ ആരൊക്കെയാണ് ഇതിന് മുൻപ് അറ്റൻഡ് ചെയ്തവര് ഒന്ന് പറയൂ. ഇതിന് മുൻപ് ടച്ച് ദ പീക്ക് അല്ലെങ്കിൽ ടച്ച് ദ ലൈറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിൽ നമ്മുടെ ബ്രഹ്മകുമാരീസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവര്, സ്റ്റുഡൻസ് ചിൽഡ്രൻ പ്രോഗ്രാം. ആ, തനീരിക്ക അല്ലെ, താക്കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ശിവാനന്ദ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ ആരും അറ്റൻഡ് ചെയ്തിട്ടില്ലേ അല്ലെ? ദിയ. ഓക്കെ, ദിയ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരും അറ്റൻഡ് ചെയ്തേ ഇതിന് മുൻപ്? ആരാണ്? കാണിക്കണ പേര്. നിങ്ങൾ ആരെങ്കിലും ബ്രഹ്മകുമാരി സെന്ററിൽ പോയോ? പിന്നീട് ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ബ്രഹ്മകുമാരീസിന്റെ സെന്ററിൽ വിസിറ്റ് ചെയ്തവർ ആരൊക്കെയാ ഉള്ളത്? വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അതല്ലാതെ പോവാറുണ്ട്. ബിനു കൃഷ്ണ അവര് പോകും. ബിനു കൃഷ്ണ എന്നുള്ളത് ആരുടെ പേരാ? കുട്ടികളുടെ പേരാണോ അച്ഛനമ്മമാരുടെ പേരാണോ? അയ്യോ, മക്കളുടെ പേര് വെക്കൂ. റീനെയിം എന്നുള്ള അവിടെ കണ്ടില്ല. എന്താ പേര് പറയൂ? കേട്ടില്ല, മനസ്സിലായില്ല. ദിവ്യ. ദിവ്യ എന്നാണോ? ശരി, നിങ്ങളുടെ പേര് വെച്ചിട്ട് വരൂ കേട്ടോ സിസ്റ്റർ, അത് എഴുതാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ, അപ്പൊ പലരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ആരൊക്കെയാണ് ബ്രഹ്മകുമാരി സെന്ററിൽ പോകുന്നവരൊന്ന് കൈബന്ധിക്കൂ. പോയിക്കൊണ്ടിരിക്കുന്നവർ. നവമിക പോണ്ട്, ദിയ പോണ്ട്, ദേവന പോണ്ട്, പിന്നെ ആരാ? ആദികൃഷ്ണൻ പോണ്ട്. ഇത്രയും പേര് പോകുന്നുണ്ട് അല്ലെ? കൃഷ്ണദീപ് പോണ്ട്. ഓക്കെ, വെരി ഗുഡ്. ക്ലാസ്സുകൾ കേൾക്കാറുണ്ടോ നിങ്ങൾ അവിടെ പോയിട്ട്? കേൾക്കാറുണ്ട്.
എല്ലാവർക്കും ഇഷ്ടമാണ് അവിടുത്തെ ക്ലാസ്സുകൾ അല്ലേ? ഓക്കെ, ശരി. അപ്പോ സ്റ്റെല്ല വെക്കേഷനിലും ഇതുപോലുള്ള ഓരോ ക്ലാസ്സുകൾ സ്റ്റുഡൻസിനായിട്ട് ജസ്റ്റ് എടുക്കാറുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുകയും ചെയ്യാം അല്ലെ. കുറെ പേര് 4-5 വർഷം മുൻപ് തുടങ്ങിയതാണ് കൊറോണ കാലഘട്ടത്തില്. ആ സമയത്തുള്ള കുട്ടികളൊക്കെ ഇപ്പൊ വലിയ കുട്ടികളായിട്ടുണ്ടാവാം. ഇനി പുതിയതായിട്ട് ചെറിയ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഉതകുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ്. അപ്പോ ഇന്നത്തെ ക്ലാസ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരോടും സിസ്റ്റർ ഒരു ഇത് ചോദിക്കുകയാണ്. എല്ലാവർക്കും ഫ്രണ്ട്സിനെ ഇഷ്ടമല്ലേ? ഫ്രണ്ട്സ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഫ്രണ്ട്സിനെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. ഓക്കെ. ഇപ്പോഴും ഉണ്ടോ? വർഷങ്ങളായിട്ടുണ്ടോ? അതോ ഇപ്പൊ മാത്രമാണോ ഉള്ളത്? ഇപ്പൊ മാത്രമേ ഉള്ളൂ. കുറെ വർഷങ്ങളായിട്ടില്ല. ശരി, ബെസ്റ്റ് ഫ്രണ്ടിന്റെ ക്വാളിറ്റീസ് പറയൂ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നല്ല സുഹൃത്തിന്റെ ഈ കുട്ടി എന്റെ നല്ല സുഹൃത്താണ്, ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയുന്ന എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ട്രസ്റ്റ്, വെരി ഗുഡ്. പിന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് റേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. സപ്പോർട്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മളടുത്ത് സംസാരിക്കും അല്ലെ, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. ഓക്കെ. ലോയൽറ്റി, വെരി ഗുഡ്. പിന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇതിലിടൂ. സിസ്റ്റർ ക്ലിയർ ആണോ? നിങ്ങൾ പലരും പറയണം. ഏതാണ്? ചാറ്റ് ബോക്സിലിടൂ. കൈൻഡ് ഹാർട്ട്, വെരി ഗുഡ്. സ്നേഹം, വളരെ സ്നേഹം. സ്നേഹം എപ്പോഴൊക്കെ? എപ്പോഴെങ്കിലും ആണോ അതെപ്പോഴും? കാര്യം വരുമ്പോ മാത്രമാണോ? കാര്യം വരുമ്പോ മാത്രാണോ? പിന്നെന്താ പറഞ്ഞ? കേട്ടില്ല. സിസ്റ്റർ നിങ്ങൾക്ക് ഒരു പവർ പോയിന്റ് ഷെയർ ചെയ്യാം. അതിൽ നമുക്ക് നോക്കാം ബെസ്റ്റ് ഫ്രണ്ട് എന്ന ആരെയാണ് പറയുന്നത്. ഓക്കെ. ഇതിൽ നോക്ക്, എന്താ എഴുതിയിരിക്കണേ? എന്തിനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി മാറ്റാനാ അത് എഴുതിയിരിക്കണേ? എന്താ എഴുതിയിരിക്കണേ? വായിക്കൂ. കേക്കുണ്ടോ സിസ്റ്റർ പറയണേ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാം അല്ലെ നിങ്ങളുടെ എന്താ പറയാ അടുത്തുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങള് ക്ലാസ്മേറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ആയിരിക്കാം അല്ലെ, പലരും ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ആദ്യം ഏതിനെ ഫ്രണ്ട് ആക്കിയാലേ നമുക്ക് മറ്റുള്ളവരെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തോന്നുള്ളൂ? ഏതിനെ ഫ്രണ്ട് ആക്കണം? സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ആരെയും അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റും. മൈൻഡ്, നമ്മുടെ മനസ്സിനെ നമുക്ക് എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ. കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയറാണോ? കാണാൻ പറ്റുന്നു? അപ്പൊ നമുക്ക് നേരത്തെ സിസ്റ്റർ ചോദിച്ചതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ക്വാളിറ്റീസ് ആദ്യം നമുക്ക് പറയാം. ബെസ്റ്റ് ഫ്രണ്ടിലെ ക്വാളിറ്റീസ് നിങ്ങൾ ഒരുപാട് പറഞ്ഞു. ഇതെല്ലാം വളരെ നല്ല നല്ല ക്വാളിറ്റീസ് ആണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട് എന്തൊക്കെയാണ് നോക്കൂ. ഹാപ്പി ആയിരിക്കും. എപ്പോഴും നമ്മൾ ആ ഫ്രണ്ടുമായിട്ട് ഹാപ്പി ആയിരിക്കണം, വളരെ സന്തോഷമായിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഓരോരോ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഫ്രണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ക്വാളിറ്റീസോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പൊ ആ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ എപ്പോഴും ഹാപ്പിയാണോ? 24 മണിക്കൂറും ആ ഫ്രണ്ടുമായിട്ട് എപ്പോ കാണണോ, എപ്പോ ഫോണിൽ സംസാരിക്കണോ, എപ്പോ നിങ്ങൾ അവരുമായിട്ട് നമ്മള് ഇടപെടുകണോ, എപ്പോഴും ഹാപ്പിയാണോ? അതോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദേഷ്യപ്പെടുവോ? അവരത് ചെയ്തില്ല, അവരിത് ചെയ്തില്ല, അവരത് തന്നില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
ദേഷ്യപ്പെടുവോ അതോ എപ്പോഴും ഹാപ്പിയാണോ? ആരും ഒന്നും മിണ്ടണില്ല. ആദികൃഷ്ണൻ പറയൂ, ഹാപ്പിയാണോ? ഫ്രണ്ടുമായിട്ട് ഇത് എപ്പോഴും കംഫർട്ടബിൾ ആണോ? കംഫർട്ടബിൾ എന്ന് വെച്ചാൽ എന്താ? അതെ, എപ്പോഴും നമുക്ക് എല്ലാ തരത്തിലും കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യാം അല്ലെ? ആ രീതിയിലാണോ? റിലാക്സ്ഡ് ആണോ? റിലാക്സ്ഡ് ആണതും എപ്പോഴും എന്തും പറയുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. നമ്മൾ വളരെ ഫ്രീ ആണ്. റിലാക്സ് ആയിട്ട് നമുക്ക് എന്തും അവരായിട്ട് ഷെയർ ചെയ്യാം. അവരെന്ത് തോന്നും, അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർ ഇതേ രീതിയിലൊക്കെ ചിന്തിക്കും, ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നാച്ചുറൽ ആണോ? നാച്ചുറൽ പറഞ്ഞ എന്താ അർത്ഥം? നമുക്ക് വേറെ ഒന്നും വെച്ച് കേട്ടേണ്ട ആവശ്യമില്ല. അവരുടെ മുന്നിൽ നമുക്ക് ഇങ്ങനെ പോകണം, അങ്ങനെ പോകണം. നമ്മൾ എന്താണോ ആ രീതിയിൽ നമുക്ക് അവരുമായിട്ട് ബിഹേവ് ചെയ്യാം. അതേപോലെ ഒരു ഗുഡ് ഫ്രണ്ട് പറഞ്ഞാൽ എംപവേർഡ് ആയിരിക്കണം. എന്താ എംപവേർഡ് പറഞ്ഞ? എംപവേർഡ് പറഞ്ഞ എന്താ അർത്ഥം? ചില ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ തെറ്റായ കാര്യത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെ? ചില ഫ്രണ്ട്സ് നമ്മളെ തെറ്റായ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഗുഡ് ഫ്രണ്ട് അർത്ഥം എന്തായിരിക്കണം? നമ്മള് തെറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ തിരുത്തി നമുക്ക് ശക്തി തരുന്നുണ്ട്. എല്ലാരും കേൾക്കുമ്പോ അത് സംസാരിച്ചുകൊണ്ടിരിക്കണം. ആരൊക്കെ സംസാരിക്കണേ നോക്കട്ടെ. സിസ്റ്റർ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആരൊക്കെ സംസാരിക്കണേ. എല്ലാരും മ്യൂട്ടാക്കി വെച്ചോളൂ കേട്ടോ. മ്യൂട്ടാക്കി വെക്കാൻ അറിയില്ലേ? താഴെയുള്ള മൈക്ക് പോലത്തെ ചിഹ്നത്തിനെ മ്യൂട്ടാക്കി വെച്ചു. വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം, മ്യൂട്ടാക്കി വെച്ചു. അപ്പോ ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ആണോ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ളത്? ഇനി അടുത്തൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഈ ഹാപ്പി, ഇത് ലാസ്റ്റ് സിസ്റ്റർ ചോദ്യം ചോദിക്കൂ കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തോളൂ. സിസ്റ്റർ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തോളൂ. ചോദ്യം ചോദിക്കും, ഹോംവർക്ക് ഉണ്ട്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഹാപ്പി, കംഫർട്ടബിൾ, റിലാക്സ്ഡ്, നാച്ചുറൽ, എംപവേർഡ്, ഈ കാര്യങ്ങള് നമ്മുടെ മനസ്സുമായിട്ട് എങ്ങനെയാണ്? കാരണം ടോപ്പിക് എന്താണ്? മേക്ക് മൈൻഡ് ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് അല്ലെ? നമ്മുടെ മനസ്സ്. ഇപ്പൊ ഉദാഹരണത്തിന് പറയാണ്, ഇപ്പൊ നമ്മൾ എക്സാമിനേഷനിൽ ഫെയിലായി. എക്സാമിനേഷനിൽ നമ്മൾ അഥവാ ഫെയിൽ ആവുക, കുറഞ്ഞ മാർക്കോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അവരെന്താ നമ്മളോട് പറയാ? എന്താ പറയാ? ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്താ പറയാ അഥവാ ഫെയിൽ ആയി കഴിഞ്ഞാൽ? ഞാന് ഹെൽപ്പ് ചെയ്യാ പഠിക്കാൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ പേര് മോളുടെ? അമോലിക. അമോലിക. സിസ്റ്റർ അമോലിക എന്ന് പേര് മാറ്റണ്ട കേട്ടോ. സരള എന്നുള്ളത് ആരുടെ പേര്? അപ്പോ അമ്മയുടെയോ? അല്ല, അച്ഛമ്മയുടെ. ഓ ശരി, അച്ഛമ്മയുടെ പേര്. അപ്പൊ അമോലിക പേര് മാറ്റണം കേട്ടോ. പേര് മാറ്റാൻ പറ്റുന്നില്ല എനിക്ക്. അതെയോ? ശരി, കുഴപ്പമില്ല. അമോലിക സിസ്റ്റർ മാറ്റിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ആരാ പറയാ? നമ്മൾ അഥവാ ഫെയിൽ ആയി കഴിഞ്ഞാൽ, നമുക്ക് അഥവാ കുറഞ്ഞ മാർക്സ് കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് പിന്നെ എന്തൊക്കെയാ പറയാ? അമോലിക ഒന്ന് പറഞ്ഞു. ഇനി നവോമിക പറയൂ. അടുത്ത പ്രാവശ്യം നീ നന്നായി ചെയ്യണം. സാരമില്ല പ്രാവശ്യം. അതെ, നമ്മളെ സപ്പോർട്ട് ചെയ്യൂ അല്ലെ? നമുക്കൊരു കരുത്ത് തരും. അടുത്ത പ്രാവശ്യം നമുക്ക് നന്നായി ചെയ്യാം, കുഴപ്പമില്ല, സാരമില്ല, എല്ലാം ഓക്കെ ആവും എന്ന് പറയും. ഞാൻ സഹായിക്കാനും പറയും. അതെ, സഹായിക്കാം. എന്ത് സഹായിക്കണം? ഏതൊക്കെ രീതിയിൽ സഹായിക്കാം? പഠിക്കുമ്പോ കിട്ടാത്ത കാര്യങ്ങൾ പറയാം. പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ അതുപോലെ നോട്ട്സ് കൊടുത്ത് സഹായിക്കാം അല്ലേ? അതുപോലെ ഹോംവർക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് സഹായിക്കാം. ചെയ്തു കൊടുക്കുകയല്ല, പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്ത് സഹായിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല വേർഡിങ്സ് ആണ് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് നമ്മളോട് പറയാ. ഇനി നമ്മൾ അടുത്ത ചോദ്യം സിസ്റ്റർ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള വാക്ക്, നമ്മുടെ മനസ്സിന് കരുത്തേകുന്ന വാക്ക് നമ്മുടെ മനസ്സ് നമ്മളോട് പറയാറുണ്ടോ? ഉദാഹരണത്തിന് അമൂലിക തന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് അമൂലികയ്ക്ക് എന്ത് ചെയ്തു? കുറഞ്ഞ മാർക്കോട് കൂടിയിട്ട് കിട്ടി. അതായത് എക്സ്പെക്ട് ചെയ്യാത്ത വിധത്തില് കുറഞ്ഞ മാർക്കോട് കൂടി കിട്ടി. അപ്പൊ അമൂലികയുടെ മനസ്സ് എന്താ പറയാ? അമൂലികയോട് എന്താ പറയാ? ഇങ്ങനെയൊക്കെ പറയോ? ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ പോലെ പറയോ? അതോ എന്താ ചെയ്യാ, ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എന്റെ മാർക്ക് എപ്പോഴും കുറവ് തന്നെയാണ്, അതിന് ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് പാരന്റ്സിനെയോ ആരെങ്കിലൊക്കെ അങ്ങനെ കുറ്റം പറയോ? നമ്മുടെ മനസ്സിനെ പഴിചാരിക്കൊണ്ടിരിക്കോ? ഇല്ല. ഇല്ല, അമൂലിക ചെയ്യില്ല. നവോമിക? ഇല്ല. ഇല്ല. അങ്ങനെ ആരെങ്കിലും മനസ്സിനെ പറയണവരുണ്ടോ? സുഭി, ആരെങ്കിലും മനസ്സിനെ അങ്ങനെ നെഗറ്റീവ് രീതിയിൽ കമന്റ്സ് കൊടുക്കണവരുണ്ടോ? ഇല്ല.
ഇല്ല. അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? നമ്മുടെ മനസ്സിനെ നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യണം? ഫ്രണ്ട്ലി. പോസിറ്റീവ് ചിന്തകൾ ചിന്തിച്ചിട്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ പോസിറ്റീവ് ചിന്തകൾ, അഥവാ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, നമുക്ക് പിന്നെ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എക്സാമിനേഷന്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് രീതിയിൽ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതിനെയാണ് നമ്മൾ പറയാ സെൽഫ് എസ്റ്റീം, അല്ലെങ്കിൽ സെൽഫ് കമ്പാഷൻ, സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ്, സെൽഫ് അക്സെപ്റ്റൻസ്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വയം അവനവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. കാരണം ഈ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്താലേ നമ്മുടെ മൈൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ആവുള്ളൂ. ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വരുന്ന വഴി പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ സശക്തമാക്കുന്നുണ്ടോ, എംപവേർഡ് ആക്കുന്നുണ്ടോ? നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ ഫ്രണ്ട് തോറ്റു പോകുന്ന സമയത്ത് നമുക്ക് അവരെ പ്രതി കമ്പാഷൻ തോന്നാറില്ലേ, ദയ തോന്നാറില്ലേ, അവരെ ഹെൽപ്പ് ചെയ്യാൻ തോന്നാറില്ലേ? ആർക്കൊക്കെ തോന്നും? തോന്നുന്നവരെ കഴിയുന്നുണ്ട്. യെസ്, തോന്നുന്നുണ്ട് അല്ലെ? അപ്പൊ അതേപോലെ എനിക്ക് എന്റെ മൈൻഡിനോട് തോന്നുന്നുണ്ടോ, എനിക്ക് എന്നോട് തോന്നുന്നുണ്ടോ, അതോ ഞാൻ എന്നെ വെറും നെഗറ്റീവ് കമന്റ്സ് മാത്രം ഞാൻ എന്നോട് കൊടുത്തോണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കണം. അപ്പൊ എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്യൂ. സെൽഫ് എസ്റ്റീം. എല്ലാവരും ബുക്കും പേന എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാവരുടെ സിസ്റ്റർ ഈ ഇതില് അത് കാണുന്നുണ്ടോന്നുണ്ടെങ്കിൽ എഴുതൂ. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മൈൻഡിനോട് ചെയ്യേണ്ടത്? സെൽഫ് എസ്റ്റീം, നമ്മൾ നമ്മുടെ തന്നെ അല്ലെ ഉള്ളിലുള്ള ഗുണങ്ങളെ, ഉള്ളിലുള്ള ശക്തികളെ, നമ്മൾ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആ ഒരു ക്വാളിറ്റീസിനെ നമ്മൾ എമർജ് ചെയ്യണം. നമ്മൾ നമുക്ക് തന്നെ വില കൊടുക്കണം. നമ്മൾ നമുക്ക് വില കൊടുത്തില്ലെങ്കിൽ മറ്റാരും നമുക്ക് വില തരില്ല. അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് വില കൊടുക്കാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് ഹോംവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സെൽഫ് കമ്പാഷൻ, എനിക്ക് എന്നോട് തന്നെ ദയ തോന്നണം, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നണം. സെൽഫ് റെസ്പെക്ട്. സിസ്റ്റർ ലാസ്റ്റ് ചോദ്യം ചോദിക്കും, എല്ലാവരും എഴുതിക്കോളും. സെൽഫ് ലവ്, എനിക്ക് എന്നോട് തന്നെ സ്നേഹം തോന്നണം. സെൽഫ് അക്സെപ്റ്റൻസ്. സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ എന്താണോ എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യണം. അല്ലെ, ചിലരുണ്ടല്ലോ, ഉദാഹരണത്തിന് നമുക്ക് നല്ലൊരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ആ ഡ്രസ്സ് അച്ഛനമ്മമാര് നമുക്ക് ചിലപ്പോൾ വാങ്ങിച്ചു തന്നായിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ വെറുതെ എന്ത് ചെയ്യും, കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കും. അയ്യോ, ആ കുട്ടിക്ക് നോക്കൂ നല്ല ഡ്രസ്സ് ഉണ്ട്, ആ കുട്ടിയുടെ കയ്യിൽ നോക്കൂ നല്ല പെൻസിൽ ഉണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ നോക്കൂ നല്ല സ്കൂൾ ബാഗ് ഉണ്ട്. നമ്മൾ കമ്പാരിസൺ പാടില്ല. എന്ത് ചെയ്യണം? നമുക്ക് എന്ത് കിട്ടിയോ, അച്ഛനമ്മമാരിലൂടെ ആണെങ്കിലും ടീച്ചേഴ്സിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിലൂടെ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഈശ്വരൻ എന്ത് തന്നു അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ആരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്? ആരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്? അല്ലെ, എല്ലാ കുട്ടികളും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നോക്കൂ, നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമുക്ക് ഈശ്വരൻ ഇത്രയും നല്ലൊരു കുടുംബം തന്നു, ഇത്രയും നല്ലൊരു ഫാമിലി തന്നു, ഇത്രയും നല്ലൊരു അച്ഛനമ്മമാരെ തന്നു, ഇത്രയും നല്ല സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചു അല്ലെ? അതിലൊക്കെ എല്ലാവരും അഭിമാനം കൊള്ളുന്നില്ലേ? സ്കൂള് പറ്റില്ല, എനിക്ക് എന്റെ സ്കൂളിന്റെ അന്തരീക്ഷം പറ്റില്ല, എനിക്ക് ക്ലാസ് ടീച്ചേഴ്സ് ശരിയല്ല, എന്റെ ഫ്രണ്ട്സ് ശരിയല്ല, അങ്ങനെയുള്ള ഓരോ നെഗറ്റീവ് കമന്റ്സ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടോ ഉള്ളില്? ഇല്ല, ഉറപ്പാണ്. ആരും കൊടുക്കണില്ല. സത്യമായിട്ട് പറയൂ, ആരും അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഉള്ളിൽ കൊടുക്കുന്നുണ്ട്? എന്റെ പഠനം ശരിയല്ല, എന്റെ സ്കൂൾ ശരിയല്ല, എന്റെ ക്ലാസ് റൂം ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ ശരിയല്ല, അവർക്കൊക്കെ നോക്കൂ എത്രയല്ലേ, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കമന്റ്സ് കൊടുക്കണ്ടോ ആരെങ്കിലും അവനവന്റെ ഉള്ളില്? ഇല്ല. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ല കുട്ടികളാണ്. എല്ലാവരും അവനവനൊന്ന് ക്ലാപ്പ് ചെയ്യും. സ്വയത്തിന് വേണ്ടി, അവനവന് വേണ്ടി ഒന്ന് ക്ലാപ്പ് ചെയ്യും. വെരി ഗുഡ്. ഓക്കെ. അപ്പോ നമ്മൾ എപ്പോഴും അഥവാ എന്തെങ്കിലും നെഗറ്റീവ്, ഇപ്പൊ നമ്മളെ മനുഷ്യരാണ്, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് ഉള്ളിൽ തോന്നിയാൽ തന്നെ നമ്മൾ എന്ത് ചിന്തിക്കണം എന്നറിയോ? ലോകത്തിൽ ഒരുപാട് കുട്ടികൾക്ക് വീടില്ല, അച്ഛനമ്മമാര് നഷ്ടപ്പെട്ട കുട്ടികള് അല്ലെ, അതേപോലെ നല്ല സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികള്, നല്ല ടീച്ചേഴ്സിനെ കിട്ടാത്ത കുട്ടികള്, വാങ്ങിക്കാൻ യൂണിഫോം അടക്കം ഇല്ലാത്ത കുട്ടികള്, എത്രയോ മക്കള് ലോകത്തിലുണ്ട്. അപ്പോ അങ്ങനെയുള്ളവരെ പോലെയൊന്നും ഭഗവാൻ നമ്മളെ ആക്കിയില്ല അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഫാമിലി ഭഗവാൻ തന്നു, നല്ലൊരു ഫാമിലി തന്നു, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് തന്നു, നല്ല സ്കൂള് തന്നു. അപ്പൊ എല്ലാത്തിനും നമ്മള് ഈശ്വരനോട് താങ്ക്സ് പറയണം. ആരൊക്കെ താങ്ക്സ് പറയാറുണ്ട്? രാത്രി കിടക്കണതിന് മുമ്പ് ഈശ്വരനോട് താങ്ക്സ് പറയുന്ന കുട്ടികൾ ആരൊക്കെയാ? യെസ്, നവോമിക പറയുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ ആരാ? അമൂലിക പറയുന്നുണ്ട്. പിന്നെ ആരാ പറയണേ? കുട്ടിയുടെ പേരെന്താ കാണുന്നില്ല. ആദികൃഷ്ണൻ അല്ല, നിവേദ്യ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാരും പറയുന്നത് ഇതെല്ലാരും പറയണം. അഥവാ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ പറയാൻ തുടങ്ങണം.
സിസ്റ്റർ ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഒരു കുട്ടി വളരെ വാശിയോടെ അച്ഛനമ്മമാരോട് പറയും, എനിക്ക് നല്ലൊരു ഷൂ വേണം, എനിക്ക് ആക്ഷൻ എന്ന് പറയുന്ന കമ്പനിയിലെ ഷൂ തന്നെ വേണം, എനിക്ക് ഇന്ന കളറിലുള്ള ഷൂ വേണം, ഇന്ന ഡിസൈനിലുള്ള ഷൂ വേണം, ഇത്ര വിലയ്ക്കുള്ളിലുള്ള ഷൂ വേണം എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാരോട് ഷൂ വേണം എന്ന് വാശി പിടിച്ചുകൊണ്ടേയിരിക്കാം. അപ്പൊ അച്ഛനമ്മമാർ എന്ത് ചെയ്തു എന്നറിയോ, ഈ കുട്ടീനെ ഒരു അമ്പലം, ഒരു ക്ഷേത്രം ഉണ്ട് അവരുടെ വീടിന്റെ അടുത്ത്, ആ ക്ഷേത്രത്തിന്റെ അവിടേക്ക് കൊണ്ടുപോയി. അപ്പൊ ക്ഷേത്രത്തിന്റെ അവിടേക്ക് കൊണ്ടുപോയപ്പോ അവിടെ ഒരുപാട് കുട്ടികള് കൈയില്ലാതെ കാലില്ലാതെ അല്ലെങ്കിൽ ഈ പിച്ച യാചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കാണിച്ചു കൊടുത്തു. അപ്പൊ കാല് പോലും ഇല്ലാത്ത കുട്ടികളാണ്. അപ്പൊ പിന്നെ എങ്ങനെ അവർക്ക് ഷൂ ഇടാൻ പറ്റും? അല്ലെ, കാല് പോലും, ആ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതേ പ്രായത്തിലുള്ള കുട്ടികളാണ്, കാലില്ല കൈയില്ല, അല്ലെ, അവർക്ക് യൂണിഫോം ഇടാനുള്ള ഭാഗ്യമില്ല. അപ്പോ നമ്മളെ ആ ലെവലിലേക്കൊന്നും നമ്മൾ ആരും പോയിട്ടില്ല, അല്ലെ. നമുക്ക് നല്ലൊരു ഫാമിലി കിട്ടിയിട്ടുണ്ട്, നല്ല ഡ്രസ്സ് അച്ഛനമ്മമാര് വാങ്ങിച്ചു തരുന്നുണ്ട്, ഉടുക്കാനായിട്ടുള്ള വസ്ത്രം വാങ്ങിച്ചു തരുന്നുണ്ട്, നല്ല ഷൂ വാങ്ങിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, എല്ലാരെ പ്രതി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഉള്ളുകൊണ്ട് നമ്മുടെ അച്ഛനമ്മമാരെ പ്രതി, ടീച്ചേഴ്സിനെ പ്രതി, അല്ലെ, അച്ഛനമ്മമാർ ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു നല്ല സ്കൂളിൽ ചേർത്തിയിരിക്കണം, അവരെ പ്രതി എല്ലാവരോടും നമുക്ക് കൃതജ്ഞത. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യുന്ന കുട്ടികളായിരിക്കാം, പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോ, ഈശ്വര എനിക്ക് ഇതുപോലെ അച്ഛനമ്മമാരെ തന്നതില്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നതില്, അല്ലെ, ഇങ്ങനെ ഒരു സ്കൂൾ എനിക്ക് എന്നെ ജോയിൻ ചെയ്യിച്ചതില് എല്ലാത്തിനോടും താങ്ക്സ് പറയാം. അറിയോ? അപ്പോ നിങ്ങൾ എല്ലാവരും ഇന്ന് ഹോംവർക്ക് സിസ്റ്റർ പിന്നീട് തരുമെങ്കിലും ഇന്ന് സിസ്റ്റർ ഒരു ചെറിയൊരു ചോദ്യം, ഒരു ഹോംവർക്ക് പോലെ തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യത്തോടാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പുലർത്തേണ്ടത്, നന്ദി പുലർത്തേണ്ടത്? നമ്മുടെ ജീവിതത്തില് ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെ കാര്യത്തോടാണ്, എഴുതണ്ടോ എല്ലാരും? ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ തരുന്ന എന്തൊക്കെ കാര്യത്തോടാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി പുലർത്തേണ്ടത്? അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ കാര്യത്തിനും നമ്മള് ഈശ്വരനോട് നന്ദി പറയുകയാണെങ്കിൽ ഐ ആം ഫീലിംഗ് ഗുഡ് അബൌട്ട് മൈസെൽഫ്, അല്ലെ, എനിക്ക് എന്നെ പ്രതി തന്നെ വളരെ നല്ല ഗുഡ് ഫീലിംഗ് ഉണ്ടാവും. ഞാൻ വളരെ നല്ല കുട്ടിയാണ്, ഞാൻ വളരെ നല്ല സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ വളരെ നല്ല അച്ഛനമ്മമാരുടെ അനുസരണയുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു സഹോദരനാണ്. ഈ രീതിയിൽ എനിക്ക് എന്നെ പ്രതി തന്നെ നല്ല രീതിയിൽ ഗുഡായിട്ട് ഫീലിംഗ്. കാരണം ഏറ്റവും ആദ്യം എനിക്ക് ഗുഡ് ഫീലിംഗ് തോന്നേണ്ടത് ആരെ പ്രതിയാണ്? മറ്റുള്ളവരെ പ്രതിയല്ല. ആരെ പ്രതിയാ ഫസ്റ്റ് തോന്നേണ്ടത്? ആരെ പ്രതിയാ നമുക്ക് ഗുഡ് ഫീലിംഗ് ഫസ്റ്റ് തോന്നേണ്ടത്? ദൈവത്തിനെ പ്രതി. പിന്നെ ആരെ പ്രതി തോന്നണം? അവനവനെ പ്രതി തോന്നണം ആദ്യം, അല്ലെ. എന്നാലേ ഈശ്വരന്റെ അടുക്ക നമ്മളോട്, നമ്മള് നല്ല കുട്ടിയല്ലാണ്ട് ഈശ്വരൻ നമ്മളോട് ഇതാവോ, നല്ല രീതിയിലാവോ? അല്ലെ, നമ്മൾ നല്ല കുട്ടികളാണ്, അല്ലെ. നമ്മളാദ്യം നമ്മളെ പ്രതി നല്ല ഗുഡ് ഫീലിംഗ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ കറക്റ്റ് പ്രോഗ്രാമിംഗ് നമ്മുടെ മനസ്സിന് കൊടുക്കണം. എന്താ കറക്റ്റ് പ്രോഗ്രാമിംഗ്? ഇതേപോലെ സിസ്റ്റർ ഇപ്പൊ പറഞ്ഞല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ്, എല്ലാത്തിനെയും പ്രതി നമുക്ക് നന്ദി, എല്ലാത്തിനോടും താങ്ക്സ് താങ്ക്സ് താങ്ക്സ്. ആര് നമ്മൾക്ക് എന്ത് തന്നാലും, നീ തന്നില്ലെങ്കിലും താങ്ക്സ്. ആ രീതിയിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് എല്ലാരെ പ്രതിയും താങ്ക്സ് 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 എന്നുള്ള നന്ദിയുടെ ആ ഒരു ഫീലിംഗ് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ പ്രതി ഗുഡ് ഫീലിംഗ് ഉണ്ടാവും. ഉദാഹരണത്തിന് ചില കുട്ടികൾ എങ്ങനെയെന്നറിയോ, ചിലപ്പോ നമുക്ക് ചില ചാപ്റ്റർ അല്ലെങ്കിൽ ലെസൺ അല്ലെങ്കിൽ പാഠങ്ങൾ നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അയ്യോ പത്താമത്തെ ലെസൺ ആണെന്നുണ്ടെങ്കിൽ 10ാമത്തെ ചാപ്റ്റർ വളരെ വളരെ ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ വളരെയധികം എനിക്ക് പ്രശ്നമാണ്, വളരെ ടഫാണ്. ആ 10ാമത്തെ ചാപ്റ്ററിന് എനിക്ക് എക്സാമിനേഷൻ ഒരു ചോദ്യവും വരരുത് എന്നുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യും? പ്രോഗ്രാം ചെയ്യും. പ്രോഗ്രാമിംഗ് എന്നാണ് അതിനെ പറയാം. നമ്മുടെ മൈൻഡിന് ആദ്യം നമ്മൾ കൊടുത്തോണ്ടേയിരിക്കും, എന്റെ 10ാമത്തെ ലെസൺ ചോദ്യമേ വരരുത്, ഒരു ചോദ്യവും വരണ്ട. ടീച്ചർ ആണെങ്കിലും 10ാമത്തെ ലെസൺ എടുക്കുന്ന സമയത്ത്, 10ാമത്തെ ചാപ്റ്റർ ഉള്ള ലെസൺ എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും, എനിക്ക് അതിൽ ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്തു? 10ാമത്തെ ചാപ്റ്റർ ടഫാണ് എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഒരു മാസം കഴിഞ്ഞ് എക്സാമിനേഷന് പോകുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഓ ദൈവമേ, 10ാമത്തെ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യനും വരല്ലേ, നമ്മൾ പറയില്ലേ? ഇന്ന ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യനും വരല്ലേ, ഇന്ന രീതിയിലുള്ള ഒരു ചോദ്യം വരല്ലേ, നമ്മൾ ചിന്തിക്കാറില്ലേ? എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ വഴിക്ക് ഫസ്റ്റ് നമ്മൾ എന്താ നോക്കുക? ശിവാനന്ദ് പറയൂ.
നമ്മൾ ആദ്യം എന്താ നോക്കുക? ഏതില് ചോദ്യം വന്നില്ല? ആ നമ്മൾ പഠിച്ച പാഠം നോക്കുന്നതിനേക്കാൾ ആദ്യം നോക്കുന്ന ഏതാ? 10ാമത്തെ പാഠം വന്നില്ലല്ലോ. 10ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ? 10ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും 10ാമത്തെ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ പോയി. നമ്മൾ പഠിച്ചത് മുഴുവൻ നമുക്ക് മറന്നു. നമ്മുടെ മനസ്സ് ഫുൾ, നമ്മുടെ മൈൻഡ് ഫുൾ ബ്ലാക്ക് ഔട്ട് ആവും. അതായത് നമ്മൾ ഓർമ്മിച്ചത് പോലും പിന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഓർമ്മിക്കാൻ വേണ്ടി പഠിക്കാൻ ശ്രമിച്ചതൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ നെഗറ്റീവ് പ്രോഗ്രാമിംഗ് നമ്മുടെ മനസ്സിന് കൊടുക്കുമ്പോ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതുപോലെയായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അല്ലെ അടുത്തത് എഴുതൂ. എല്ലാവരും എഴുതൂ. നോക്കട്ടെ, ബുക്കും പെന്നും ഉണ്ടല്ലോ. ആർ വി ഗിവിംഗ് നെഗറ്റീവ് പ്രോഗ്രാമിംഗ് ടു അവർ മൈൻഡ്? നമ്മള് നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് പ്രോഗ്രാമിംഗ് കൊടുക്കുന്നുണ്ടോ? അർത്ഥം എന്നെ പ്രതി ഞാൻ നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ടോ? എന്നെ പ്രതി ഞാൻ നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ടോ? നമ്മളുടെ ഉള്ളിൽ കഴിവില്ലാഞ്ഞിട്ടാണോ? പൊട്ടൻഷ്യൽ ഇല്ലാഞ്ഞിട്ടാണോ? ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. നമ്മളുടെ ഉള്ളിൽ ഇത്രയും കഴിവുകളുണ്ട്, ഇത്രയും ശക്തിയുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. അച്ഛനമ്മമാർ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോ അയ്യോ എനിക്കതൊന്നും അറിയില്ല, അങ്ങനെ പറയാറുണ്ടോ നമ്മള്? ഇപ്പൊ സിസ്റ്റർ ഇത്ര നേരം പറഞ്ഞില്ലേ അച്ഛനമ്മമാരെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അച്ഛനമ്മമാരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുമ്പോ ആരെങ്കിലും അങ്ങനെ പറയണോ? എനിക്ക് സമയമില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അങ്ങനെ പറയാറുണ്ടോ ആരെങ്കിലും? ഇല്ല. ഇനി പറയരുത്. നീ അറിയാതെ പറയുന്നുണ്ടെങ്കിലും പറയരുത്. ഓക്കെ? അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മള് സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുമ്പോ വളരെ ടയേർഡ് ആയിരിക്കും. അപ്പൊ ടയേർഡ് ആയിരിക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി വന്ന് ഇറങ്ങും. അല്ലാത്ത കുട്ടികൾ ബസ്സൊക്കെ പിടിച്ചു പോകണം, അല്ലെങ്കിൽ കുറെ ദൂരം സ്കൂളിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്ക് നടന്നിട്ട് പോകണം എന്നുള്ള കുട്ടികളാണെങ്കിൽ വളരെ ടയേർഡ് ആയിട്ടായിരിക്കും നമ്മൾ വരിക അല്ലെ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ ഇരുന്ന് പഠിച്ച് വൈകുന്നേരത്ത് ഒന്നും കഴിക്കാണ്ട് ഒന്നും കുടിക്കാണ്ട് നമ്മൾ വരുന്ന സമയത്ത് ടയേർഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഇത്രയും പെട്ടെന്നൊന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി, ഇത്രയും പെട്ടെന്നൊന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു ഓട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ച് വളരെ ടയേർഡ് ആയിട്ടായിരിക്കും വരിക. വീട്ടിലേക്ക് എത്താനുള്ള ഒരു ക്ഷമ പോലും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കൂ അല്ലെ? അങ്ങനെയല്ലേ? ചിലർക്ക് ഉണ്ടായിട്ടില്ലേ? അതെ. അതെ. അപ്പൊ സിസ്റ്റർ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ടയേർഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, ചിന്തിക്കൂ, നിങ്ങൾ ടയേർഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ഇമാജിൻ ചെയ്യണ്ടോ? നിങ്ങൾ വളരെ ടയേർഡ് ആയിട്ട് സ്കൂൾ വിട്ടിട്ട് വരുന്നത് ഇമാജിൻ ചെയ്യണ്ടോ? എല്ലാരും അങ്ങനെ ഇമാജിൻ ചെയ്തു. പെട്ടെന്ന് ഒരു നായ നിങ്ങളെ പിടിക്കാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓടും. അപ്പൊ എവിടുന്ന് എനർജി കിട്ടി? മനസ്സിൽ. അപ്പൊ എനർജി കയ്യിലോ കാലിലല്ല ഉള്ളതേ. എവിടെ ഉള്ളത് എനർജി? മനസ്സിലാണുള്ളത് അല്ലേ? നമ്മുടെ മൈൻഡിലാണുള്ളത്. നമ്മുടെ മൈൻഡ് നമ്മൾ വിചാരിച്ചതിനേക്കാളും, ഇപ്പൊ നോക്കൂ, ഈ ലോകത്തിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇതൊക്കെ കണ്ടുപിടിച്ചത് ആരാ? മനുഷ്യനാണ്. മനുഷ്യന്റെ മനസ്സൊന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാ. അപ്പൊ നമ്മുടെ മൈൻഡിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എക്സ്ട്രാ കപ്പാസിറ്റി ഉണ്ട്, എക്സ്ട്രാ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ അതിനെ ഉപയോഗിക്കണം. ആ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് പ്രോഗ്രാമിംഗ് മൈൻഡിന് കൊടുത്തിട്ട് വേണം. നെഗറ്റീവ് പ്രോഗ്രാമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് വളരെ വീക്ക് ആവും. വീക്ക് മൈൻഡ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ അല്ലയോ? വീക്ക് മൈൻഡ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അല്ല. അല്ലേ? എല്ലാ കുട്ടികളും ഉത്തരം പറയണം കേട്ടോ. അയ്യൻ കൃഷ്ണ എല്ലാവരും ഉത്തരം പറയണം. അപ്പൊ ചെറിയൊരു റിയൽ സ്റ്റോറി പറഞ്ഞു തരാം. റിയൽ സ്റ്റോറി അത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഒരു ബുക്കിൽ വായിച്ചതാണ് സിസ്റ്റർ. ജോൺ എന്ന് പറയുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ ചെറുപ്പം മുതലേ എല്ലാവരും എന്ത് ചെയ്യൂത്രേ? നീ വളരെ ഫൂളിഷ് ആണ്, നീ വളരെ വിഡ്ഢിയാണ്, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. കാരണം ആ കുട്ടിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് പുറത്തുനിന്ന് കേട്ട് ആ കുട്ടി എന്ത് ചെയ്യില്ല? പഠിക്കില്ല, പഠനത്തിൽ ഇംപ്രൂവ് കാണിക്കുന്നില്ല, പഠനത്തിൽ എപ്പോഴും കുറച്ച് മാർക്കേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തോൽക്കും. അപ്പൊ ചെറുപ്പം മുതലേ ഈ കുട്ടി അത് കേട്ട് വളർന്നു. അച്ഛനമ്മമാരും പറയുന്നു എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, നീ എപ്പോഴും അതുപോലെ കുറച്ച് മാർക്ക് വാങ്ങിച്ചിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ഏത് പ്രോഗ്രാമിംഗാ നടന്നത് ചെറുപ്പം മുതലേ? നെഗറ്റീവ് പ്രോഗ്രാം. എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, എനിക്ക് പഠനത്തിൽ പാസ്സാവാൻ പറ്റില്ല, എനിക്ക് ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഇതങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ആണ് മനസ്സിൽ നടന്നത്. ഒരു 9th സ്റ്റാൻഡേർഡ് എത്തിയപ്പോ ഈ കുട്ടിയുടെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ ഉണ്ടാവില്ലേ നമ്മുടെ ഡിസംബറിലൊക്കെ സ്കൂൾ പൂട്ടുന്ന ടൈമില്. അപ്പൊ ആ ടൈമില് ഈ കുട്ടിക്ക് 70 എബവ് മാർക്സ് കിട്ടി, 70% എബവ് മാർക്സ് കിട്ടി. എല്ലാവർക്കും വളരെ അതിശയായി, ടീച്ചേഴ്സിനൊക്കെ. ഈ കുട്ടിക്ക് ജോണിന് 70 എബവ് കിട്ടിയോ, അല്ലെങ്കിൽ 20 മാർക്ക് കൂടി കിട്ടാത്ത കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര അതിശയായി. എല്ലാവരും എന്ത് ചെയ്തു?
ജോണിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ജോൺ വളരെ മിടുക്കനാണ്, നീ ഇത്രയും ഇംപ്രൂവ് ചെയ്തു അല്ലെ, നിന്നെ കൊണ്ട് ഇത്രയും പറ്റി, ഇത്രയും നാളെ നീ ഒന്നും പറ്റാത്ത കുട്ടി ഇത്രയും നല്ലതായി. അപ്പൊ ജോണിന് അറിയണില്ല എനിക്ക് എങ്ങനെ 70 above കിട്ടി. അപ്പൊ എല്ലാവരുടെ അപ്രീസിയേഷൻ കിട്ടാൻ തുടങ്ങി ജോണിന് ആ ഒരു 9th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ്. അപ്പൊ ആ അപ്രീസിയേഷൻ കിട്ടുമ്പോ ഈ കുട്ടിയുടെ മനസ്സിൽ എന്താ വർദ്ധിച്ചത്? പോസിറ്റീവ് പ്രോഗ്രാമിംഗ് കിട്ടിയപ്പോ മനസ്സിൽ എന്ത് വർദ്ധിച്ചു? പോസിറ്റീവ് പോസിറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി. വെരി ഗുഡ്. പിന്നെ കോൺഫിഡൻസ്. വെരി ഗുഡ്. ആത്മവിശ്വാസം വർദ്ധിച്ചു. എന്നെ കൊണ്ട് പറ്റും, ഇത്രയും നാള് ചെയ്യാൻ സാധിക്കാത്ത എന്നെ കൊണ്ട് കഴിയും. പിന്നെയോ പറയൂ അയാൻ കൃഷ്ണ, സുഖി പറയൂ, എല്ലാരും പറയൂ, എല്ലാവർക്കും പറയണം. പോസിറ്റീവ് എനർജി. പോസിറ്റീവ് എനർജി. അമാലിക സിസ്റ്റർക്ക് ആരുടെ വീഡിയോ ആണോ കാണാൻ അവരുടെ പേരായിട്ട് വായിക്കണേ. പിന്നെന്താ നവോമിക പറയൂ, എന്താ കിട്ടണ ആ കുട്ടിക്ക് മറ്റുള്ളവരിൽ? പോസിറ്റീവ് എനർജി പറഞ്ഞു. കോൺഫിഡൻസ്, പോസിറ്റീവ് എനർജി. ഓക്കെ. പിന്നെ പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് തോട്ട്സ് കിട്ടി അല്ലേ? തന്റെ ഉള്ളില് തന്നെ പ്രതി തന്നെ പോസിറ്റീവ് തോട്ട്സ് തിങ്ക് ചെയ്യാൻ തുടങ്ങി. കാരണം മനസ്സിന് ആകെക്കൂടി പറ്റണത് ചിന്തിക്കാൻ, നല്ല ചിന്തകൾ ചിന്തിക്കാൻ, എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് സാധിക്കും. പിന്നെ സെൽഫ് മോട്ടിവേഷൻ. യെസ്, സെൽഫ് മോട്ടിവേഷൻ. വെരി ഗുഡ്. ആരാ പറഞ്ഞേ? ഷോൺ. ഷോൺ. ഷോൺ എത്രയിലാ പഠിക്കണേ? ഞാനിനി 7ലോട്ടാ. ആ ശരി. അപ്പോ ഇതുപോലുള്ള സെൽഫ് മോട്ടിവേഷൻ മറ്റേ ജോണിന് കിട്ടിയപ്പോ ജോൺ എന്ത് ചെയ്യാൻ തുടങ്ങി? നന്നായി പഠിക്കാൻ തുടങ്ങി. 9th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് എല്ലാത്തിലും ടോപ്പ് സ്കോർ ചെയ്യാൻ തുടങ്ങി. അപ്പോ ഈ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ, ഈ കുട്ടിക്ക് എങ്ങനെ ഈ 9th പെട്ടെന്ന് അങ്ങോട്ട് 70 above കിട്ടിയത്? അപ്പൊ കുറച്ച് റിസർച്ചേഴ്സ് വന്നിട്ട്, ഗവേഷകർ വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കുട്ടിയുടെ പഠനത്തിന്റെ ഇതൊക്കെ എടുക്കാൻ തുടങ്ങി. 2nd സ്റ്റാൻഡേർഡ് മുതൽക്ക് ഈ ജോൺ എന്ന് പറയുന്ന കുട്ടിക്ക് എല്ലാത്തിലും 20 അല്ലെങ്കിൽ 25 ഇതിന് മുകളില് ഈ കുട്ടിക്ക് പോകില്ല. 9th സ്റ്റാൻഡേർഡ് ജോൺ 9th സ്റ്റാൻഡേർഡ് എത്തിയപ്പോ എന്ത് സംഭവിച്ചെന്നറിയോ? കമ്പ്യൂട്ടറിൽ മിസ്റ്റേക്ക് പറ്റിയത് 25 മാർക്ക് എന്നുള്ളത് എന്തായി കാണിച്ചു? 75 കാണിച്ചു. ജോൺ പഠിച്ചിട്ടല്ല 75 കിട്ടിയത്, പിന്നെ എങ്ങനെ കിട്ടിയത്? കമ്പ്യൂട്ടറിലെ മിസ്റ്റേക്ക്. പക്ഷെ ആ കമ്പ്യൂട്ടറിലെ മിസ്റ്റേക്ക് ഈ കുട്ടിക്ക് വളരെ നല്ലൊരു അല്ലേ, ഈ കുട്ടിയുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു ഉന്നതി നേടാനായിട്ട് സിസ്റ്റർ പറഞ്ഞു വന്നത് ജോണിന്റെ കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, നമ്മുടെ മനസ്സിന് പോസിറ്റീവ് പ്രോഗ്രാമിംഗ് കൊടുത്താൽ മാത്രമേ നമുക്കും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എന്തായി തീരണം എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കുക. എനിക്ക് എന്തായി തീരണം, എന്റെ ഫ്യൂച്ചറിൽ എനിക്ക് എന്തായി തീരണം, അത് ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സ് അല്ലെ അതിലേക്ക് മാത്രം ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. അപ്പൊ അതിന് സാധാരണ പറയാറുണ്ട്, നമ്മുടെ മൈൻഡില് 2 തരത്തിലുള്ള മനസ്സുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കോൺഷ്യസ് മലയാളത്തിൽ പറയും ബോധ മനസ്സ്, ഉപബോധ മനസ്സ് അല്ലെ. ഈ 2 എണ്ണത്തില് നമ്മുടെ ഉപബോധ മനസ്സിന് വളരെ നല്ല പവറാണ്. നിങ്ങൾ ഐസ്ബർഗിനെ കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ താന്ന് കിടക്കുന്ന ഐസ്ബർഗ്, മഞ്ഞുകട്ട കണ്ടിട്ടുണ്ടോ? ഐസ്ബർഗ് വെള്ളത്തിൽ താന്ന് കിടക്കുമ്പോൾ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? അതിന്റെ 75% കൂടുതൽ വെള്ളത്തിലായിരിക്കും. നമ്മൾ മുകളിലുള്ള ചെറിയ പോർഷൻ മാത്രമേ കാണുള്ളൂ. അപ്പൊ ആ മുകളിലുള്ള ചെറിയ പോർഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇത്രയേ ഉള്ളോ വിചാരിക്കും. പക്ഷെ അതിന്റെ ഇരട്ടിക്ക് മടങ്ങ് താഴെ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നുണ്ടാവും. ക്ലിയർ ആണല്ലോ അല്ലെ പറയണേ? ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ടൈറ്റാനിക് ഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ടൈറ്റാനിക് ഷിപ്പ് ആരൊക്കെ കേട്ടിട്ടുണ്ട്? ടൈറ്റാനിക് ഫിലിം കണ്ടിട്ടുണ്ടോ? ഓക്കെ. ടൈറ്റാനിക് ഷിപ്പിന്റെ എന്താണ്, ടൈറ്റാനിക് ഷിപ്പിന് എന്താ പറ്റിയത്? ഐസ്ബർഗിൽ ഇടിച്ച് ക്രാഷ് ചെയ്ത് മുങ്ങിപ്പോവുകയായിരുന്നു അല്ലേ. അപ്പൊ ഐസ്ബർഗ് കണ്ടില്ല, കാരണം ചെറിയൊരു പോർഷൻ ആയിരുന്നു മുകളില്, പെട്ടെന്ന് കണ്ടില്ല. പക്ഷെ ഇത്രയും വലിയ ഐസ്ബർഗ് താഴെ ഇരിക്കുന്ന കാണാത്തത് കൊണ്ടാണ് അത് ഇടിച്ച് ഇതായി പോയത്. ജസ്റ്റ് അത് പറഞ്ഞേ ഉള്ളൂ സിസ്റ്റർ. അപ്പൊ അതേപോലെ നമ്മുടെ മൈൻഡില്, സബ് കോൺഷ്യസ് മൈൻഡില് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കണോ അതുപോലെ തീരും. ഇപ്പൊ നിങ്ങൾ ഡെയിലി രാവിലെ എണീറ്റ് ചിന്തിക്കുകയാണ്, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, എനിക്ക് ഇന്നത്തെ ദിവസം മുഴുവനും പോക്കാണ്, ഇന്നത്തെ ദിവസം മുഴുവൻ എന്റെ വളരെ നെഗറ്റീവാണ്, അച്ഛനമ്മമാരുടെ അടുത്ത് ചീത്ത കേട്ടു, അഥവാ ചിലപ്പോൾ എന്തെങ്കിലും ചീത്ത കേട്ടിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് തന്നെ തിങ്ക് ചെയ്ത് വരുമ്പോ
കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ അതുപോലെ ആയിത്തീരും. അപ്പൊ അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺഷ്യസ് മൈൻഡിലുള്ള നമ്മുടെ തോട്ട്സ്, ചിന്തകള് എപ്പോഴും, കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അർത്ഥം നമ്മൾ ബോധത്തോടെ ഇരിക്കും. നമ്മൾ ബോധത്തോടെ ഇരിക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ചിന്തകൾ എപ്പോഴും നല്ലതായിരിക്കണം. കാരണം മനസ്സിന് ചിന്തിക്കാൻ മാത്രമേ അറിയുള്ളൂ. മനസ്സിന് ചിന്തിക്കാൻ മാത്രമേ അറിയുള്ളൂ. ആ ചിന്ത നമ്മൾ എത്രത്തോളം പവർഫുള്ളും പോസിറ്റീവ് ആക്കണോ അതിനനുസരിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെയധികം നന്നായിട്ട് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? സബ് കോൺഷ്യസ് മൈൻഡ് വളരെ നല്ല ശക്തിശാലി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിച്ചോ ആ രീതിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ 2 പിക്ചേഴ്സ് സിസ്റ്റർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് രണ്ടിലും ആരൊക്കെയാണെന്ന് അറിയോ? ആരൊക്കെയാണെന്ന് അറിയോ? 2 പിക്ചേഴ്സ് ഉണ്ട്. സൂപ്പർമാൻ. ഓക്കെ, സൂപ്പർമാൻ പോലെയുണ്ട്. അത് എഴുതുകയും ചെയ്തല്ലോ ആരോ? ആ, സൂപ്പർമാൻ മനസ്സിലായി. ഇപ്പുറത്തുള്ളത്, ഇപ്പുറത്തെ ചിത്രം അരുണിമ സിൻഹ. മൗണ്ട് എവറസ്റ്റ് ഒരു കാലുകാരൻ. എല്ലാവരും വളരെ നല്ല നോളേജുള്ള കുട്ടികളാണ്. സത്യം വിചാരിച്ചു നിങ്ങൾക്ക് ഇവരെ കുറിച്ചൊന്നും അറിയണ്ടാവില്ല. ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്. സൂപ്പർമാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ. സൂപ്പർമാനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ധാരണ സൂപ്പർമാന്റെ പേരെന്താ? ക്രിസ്റ്റഫർ റീവ്. യെസ്, ക്രിസ്റ്റഫർ റീവ്. ക്രിസ്റ്റഫർ റീവിനെ കുറിച്ച് അറിയോ? ആരാ പറഞ്ഞ ക്രിസ്റ്റഫർ റീവ്ന്ന്? ആരാ പറഞ്ഞേ? ആരെ പേര് പറയൂ? ക്രിസ്റ്റഫർ റീവ് ആരാണ്, എന്താന്നുള്ളത് പറഞ്ഞ കുട്ടിയെ ആരാണ്? അപ്പൊ പേര് പറയൂ. ആരാധ്യ. ആരാധ്യാണ് പറഞ്ഞത്. മോൾക്ക് മോനെ അറിയോ? ഹോളിവുഡ് ആക്ടർ. ക്രിസ്റ്റഫർ റീവ് ആരാന്ന് അറിയോ? ഇല്ല. ഓക്കെ, നമുക്ക് ചെറിയൊരു വീഡിയോ കാണാം കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്രിസ്റ്റഫർ റീവ് ആരാ. പറഞ്ഞുതരാം. ക്രിസ്റ്റഫർ റീവ് എന്ന് പറയുന്നത് നല്ലൊരു നല്ല സൂപ്പർമാൻ ആയിരുന്നു. അദ്ദേഹം സൂപ്പർമാന്റെ റോള് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അദ്ദേഹം നല്ല രീതിയിൽ വരുമാനമൊക്കെ സമ്പാദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തില് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഒരു ആക്സിഡന്റ് പറ്റി. ഒരു ആക്സിഡന്റ് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം മറ്റേ കുതിരപ്പുറത്ത് ഹോഴ്സിംഗ് റേസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുതിരയുടെ ഫോൾട്ട് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തല കുത്തി നിലത്ത് വീണ് അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡ് മുഴുവനും പോയി. വളരെ നന്നായിട്ട് എല്ലാവരുടെയും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷെ ഈ കുതിരയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണതോടുകൂടി സ്പൈനൽ കോഡ് മൊത്തം പോയി. സ്പൈനൽ കോഡ് പോയി ഇദ്ദേഹത്തിന് ശ്വസിക്കാൻ കൂടി പറ്റാതായി. ഇതിന്റെ ഉള്ളിൽ കൂടെ, കഴുത്തിന്റെ ഉള്ളിൽ കൂടെ ഒരു ഹോളൊക്കെ ഇട്ടിട്ടായിരുന്നു ശ്വസിച്ചത്. അദ്ദേഹത്തിന് ലൈഫ് ലോങ് പാരലൈസിസ് ആയിട്ട് കിടക്കുന്നുള്ളത് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി, സൂയിസൈഡ് ചെയ്യാൻ തോന്നി. അദ്ദേഹത്തിന് വൈഫും കുട്ടിയൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, എനിക്ക് എന്റെ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റില്ല, അത്രയും ശരീരം അനക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിട്ട് മാറി. വൈഫിനോട് വേറെ കല്യാണം കഴിച്ചോളൂ, എന്റെ ജീവിതം എന്തായാലും ഇങ്ങനെ നശിച്ചില്ലേ, നിന്റെ ജീവിതം ഇനി നശിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വൈഫിനോട് വേറെ കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ വൈഫ് ഇദ്ദേഹത്തിനെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇല്ല, നിങ്ങളുടെ അവസാനം വരയ്ക്കും ഞാൻ നിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഇദ്ദേഹത്തിനെ പതുക്കെ ഫിസിയോതെറാപ്പി ആയിട്ടും അതുപോലെ പല എക്സസൈസ് ആയിട്ടും പതുക്കെ ഇദ്ദേഹത്തിന് മൂവ്മെന്റ് ഒക്കെ തുടങ്ങി കൈയും കാലും. ഇദ്ദേഹം വളരെ നല്ലൊരു ഹിറ്റ് ആയിട്ടുള്ള ഒരു പടം റിലീസ് ചെയ്തു, ഫിലിം ഡയറക്ട് ചെയ്തു. അത് സക്സസ് ആയി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇദ്ദേഹം വളരെ നന്നായിട്ട് ഉയർന്നു വന്നൊരു വ്യക്തി. അപ്പോ അത്രയും ഒന്നുമില്ലാണ്ട്, കൈയും കാലും ഇല്ലാതെ ഒന്നുമില്ലാതെ വളരെ നല്ലൊരു വ്യക്തി ഈ രീതിയിലായിട്ട് പിന്നെ ഉയർന്നൊരു കഥയാണ് അദ്ദേഹത്തിന്റെ. ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം, വെറുതെ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
ഒരു 5 വർഷത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ്, കൈയും കാലിന്റെയും മൂവ്മെന്റ്സ് ഒക്കെ റീഗെയിൻ ചെയ്തു. അങ്ങനെ തന്റെ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഇദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ജീവിതത്തിൽ പോരാടി. അങ്ങനെ നല്ലൊരു ഫിലിം, തന്റെ ഫസ്റ്റ് ഫിലിം ഡയറക്ട് ചെയ്തു. നല്ല സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയി. അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്: എന്റെ മുന്നില് ചില ആൾക്കാർ കൈയും കാലും ഒരു പ്രശ്നമില്ലാത്ത ശരീരമായിട്ട് നടക്കുന്നത് ഞാൻ കാണാം. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് എന്നെക്കാളും പാരലൈസ്ഡ് ആണ് അവര്. കാരണം ഭഗവാൻ അവർക്ക് കൈയും കാലും ഒരു പ്രശ്നമില്ലാത്ത ഫാമിലിയും ഒരു പ്രശ്നമില്ലാത്ത ശരീരവും ഒരു പ്രശ്നമില്ലാത്ത കരിയറും ഒക്കെ ഈശ്വരൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഉപയോഗിക്കാത്തവര്, അതിന്റെ വിലയൊന്നും അറിയാത്തവര്, അവരെ കുറിച്ച് എന്താ കൃഷ്ണപരിവ് പറയണം നോക്കൂ. അവരെന്നെക്കാളും പാരലൈസ്ഡ് ആണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? തന്റെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റി. അപ്പൊ ജസ്റ്റ് സിസ്റ്റർ കാണിച്ചു തന്നാണ് നിങ്ങൾക്ക്. ഓക്കെ, കണ്ടില്ല? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കണ്ടോ? ഓക്കെ, എന്താ ഇൻസ്പിറേഷൻ കിട്ടിയപ്പോ? എന്താ ഇൻസ്പിറേഷൻ കിട്ടിയേ? നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. Never give up. നെവർ ഗിവ് അപ്പ്. ഓക്കെ, വെരി ഗുഡ്. നല്ല കോട്ട് പറഞ്ഞു. പിന്നെ എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളെ കുറിച്ച് നെഗറ്റീവ് പ്രോഗ്രാമിംഗ്, നെഗറ്റീവ് ചിന്തിക്കരുത്. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കരുത് എന്നല്ല സിസ്റ്റർ പറയണത്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കണമെങ്കിലും അതിനുള്ള സൊല്യൂഷൻ ആണ് ഞാൻ എന്നെ പ്രതി ചിന്തിക്കരുത്. അതുപോലെ അരുണിമ സിൻഹ, അരുണിമ സിൻഹയെ കുറിച്ച് ആർക്കൊക്കെ അറിയാം? കൈബന്ധിക്കൂ. എനിക്കറിയാം. എന്താണ് അരുണിമ സിൻഹയുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ഒരു കാലില്ല, ആക്സിഡന്റിൽ ഒരു കാല് പോയി, ട്രെയിൻ ആക്സിഡന്റില്. പിന്നെ റോബോസ് വന്നിട്ട് ട്രെയിൻ ആക്സിഡന്റിൽ കാല് പോയപ്പോ മൗണ്ട് എവറസ്റ്റ് കയറാൻ ഇൻസ്പിറേഷൻ. ഫീമെയിൽ ആംപ്യൂട്ടി അല്ലെ, ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ്. ആദ്യത്തെ വികലാംഗ വനിത മൗണ്ട് എവറസ്റ്റ് ക്ലൈം ചെയ്തിട്ടുള്ളത്. മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് കയറിയിട്ടുള്ള വികലാംഗ വനിത, എനിക്ക് ഒരു കാലില്ലാണ്ടാണ്. അരുണിമ സിൻഹ ഒരിക്കല് എന്തോ ഒരു എക്സാം എഴുതാൻ വേണ്ടി ഡൽഹി ടു ലക്നൗ എന്നുള്ള ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കൊള്ളക്കാർ വന്ന് ചെയിന് പിടിച്ചു വരയ്ക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ തടുത്തതാണ്. പക്ഷെ ആ കുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇട്ടപ്പോ ഈ അരുണിമ സിൻഹ എന്ന് പറയുന്ന വെറും 24 വയസ്സായിട്ടുള്ള ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ഒരു പവറും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ആ കുട്ടി വന്നത്. മസിൽ പവർ ഇല്ല, അതായത് ശരീരത്തിന്റെ ശക്തി ഇല്ല, മണി പവർ ഇല്ല, പൈസയുടെ ശക്തി ഇല്ല, ബ്യൂട്ടി ഇല്ല. അത്രത്തോളം അധികം ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സൗന്ദര്യമായിരുന്നു. സമൂഹത്തിലും ഒരു പിടിപാടില്ലാത്ത ഒന്നുമില്ലാത്ത സാധാരണ പെൺകുട്ടിയായിരുന്നു. പക്ഷെ ആ കുട്ടി ഇതുപോലെ ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണത് വേറൊരു ട്രാക്കിലേക്കാണ്. ആ ട്രാക്കിന്റെ മുകളിൽ കൂടെ ഒരുപാട് ട്രെയിൻസ് ആ കുട്ടിയുടെ കാലിന്റെ മുകളിൽ കൂടെ കയറിപ്പോയി. അങ്ങനെ കാല് 2 തുണ്ടായിട്ട് മുറിഞ്ഞു. ഒരു കാല് ഫുള്ളായിട്ടും പോയി. എന്നിട്ട് ആ കുട്ടി അബോധാവസ്ഥയിൽ, രാത്രി മുഴുവൻ അബോധാവസ്ഥയിൽ കിടക്കുക. രാത്രി സമയത്താണ് നടക്കണത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ് ആ കുട്ടിക്ക് കോൺഷ്യസ് വരുന്നത്, ബോധം വരുന്നത്. എന്നിട്ട് നോക്കുന്ന സമയത്ത് എന്താ, തന്റെ ഒരു കാലില്ല, ഈ വേദന കൊണ്ട് പൊളഞ്ഞിട്ട് അത് വേറെ കാര്യം, ആരും അറിഞ്ഞിട്ടില്ല. രാവിലെ 7 മണിക്ക് ശേഷം അടുത്തൊരു കുഗ്രാമമായിരുന്നു അത്. ആ കുഗ്രാമത്തിന്റെ ഉള്ളിൽ നിന്ന് ആൾക്കാർ വന്ന് അപ്പോഴേക്കും ഈ കുട്ടിയുടെ കണ്ടീഷനൊക്കെ വളരെ മോശമായി. കുട്ടി പോകും തന്നെ വിചാരിച്ചു. പക്ഷെ എന്തോ പറയില്ലേ, നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ ജീവിക്കണം എന്നുണ്ടാവും, ലൈഫിൽ നമുക്ക് ഇനിയും ജീവിക്കണം എന്നുണ്ടാവും. ആ കുട്ടി അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്: എന്റെ ജീവിതത്തിൽ എനിക്ക് ഇനിയും ജീവിച്ച് ഒരുപാട് പീക്ക്, അതല്ലേ ഇതിന്റെ പേരെന്താ, ടച്ച് ദ പീക്ക്, ഒരുപാട് കൊടുമുടി, ഉന്നത നില വരെ എനിക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ട്. ഡോക്ടർ പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. അങ്ങനെ ഡോക്ടേഴ്സ് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓപ്പറേഷൻ ചെയ്തു, ഓക്കെ ആയി. ശരീരത്തിന് ട്രെയിൻ കൊടുത്ത്, അതിനേക്കാളും മനസ്സിന് ട്രെയിനിങ് കൊടുത്ത്, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് ഇനിയും ജീവിതത്തിൽ ഉയരാൻ പറ്റും. ശരീരത്തിന് ട്രെയിനിങ് കൊടുത്ത് എന്തായി, മൗണ്ട് എവറസ്റ്റിലെ 8000ന്റെ മുകളില് ഫീറ്റ് വരെ കയറി. അങ്ങനെ 7ഓളം വലിയ വലിയ മൗണ്ടൻസ് ഈ കാലം വെച്ചിട്ട് ഈ കുട്ടി കയറി. പത്മശ്രീയോ പത്മഭൂഷൺ അങ്ങനെ ഒരു ഇതും ഇദ്ദേഹത്തിന്, ഈ കുട്ടിക്ക് കിട്ടി. പത്മശ്രീയാ തോന്നുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ അത്രയും ഉന്നത സ്ഥാനം വരയ്ക്ക് എത്തി. അപ്പൊ ഇത് എന്ത് പവറാണ് ഈ കുട്ടിയിൽ വർക്ക് ചെയ്തത്? അല്ലെ, മണി പവർ ഉണ്ടായിരുന്നില്ല, മാൻ പവർ ഉണ്ടായിരുന്നില്ല. മാൻ പവർ എന്ന് വെച്ചാൽ മൈൻഡ് പവർ. വെരി ഗുഡ്. മണി പവർ ഇല്ല, മാൻ പവർ ഇല്ല, ബ്യൂട്ടി പവർ ഇല്ല, സോഷ്യൽ
രീതിയിൽ സാമൂഹിക രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഇതും ഇല്ല. പക്ഷെ എന്ത് ചെയ്തു? മൈൻഡ് പവർ കൊണ്ട്, വിൽ പവർ ഉണ്ട്, എന്നെ കൊണ്ട് സാധിക്കും. അങ്ങനെ എത്ര എത്ര കുട്ടികൾ. ഇപ്പൊ സിസ്റ്റർ ഫേമസ് ആയിട്ടുള്ള 1-2 പേരുടെ മാത്രം ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. കേരളത്തിൽ കൈയും കാലും ഇല്ലാതെ ജീവിച്ചിട്ടുള്ള എത്രയോ കുട്ടികളുണ്ട്. നിങ്ങൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അങ്ങനെ ഭാരത് സർക്കാർ ഈ കുട്ടിക്ക് പത്മശ്രീ എന്ന് പറയുന്ന അവാർഡ്. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം കനിഞ്ഞ അരുളി ഭഗവാൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും നമ്മളെ കൊണ്ടും സാധിക്കും. ആരാ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ കുട്ടികളെ. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും തിങ്ക് ചെയ്യേണ്ട ഒരു വിഷയമാണിത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ക്വാളിറ്റീസിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കണം. അല്ലാണ്ട് നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇനി നമുക്ക് അടുത്തത് നോക്കാം, നമ്മുടെ മൈൻഡിനെ എങ്ങനെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കി പറ്റും. മൈൻഡില് ഈ 4 കാര്യങ്ങളാണ് ഉള്ളത്. നോക്കൂ, TEAM, ടീം. നോട്ട് ചെയ്യണ്ട എല്ലാവരും? നോട്ട് ചെയ്യുന്നുണ്ടോ? നോട്ട് ചെയ്യുന്നുണ്ടോ കുട്ടികളെ? ഓക്കെ, ഓക്കെ അല്ലേ? മൈൻഡില് ടീം എന്ന് പറയുന്ന 4 കാര്യങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാന്ന് നോക്കിക്കോളൂ. T for തോട്ട്സ്, ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ നടക്കുക അല്ലെ. ചിന്തകൾ നടക്കുന്നു, ഇമോഷൻസ് നടക്കും അല്ലെ. ഇമോഷൻസ് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സ് അല്ലെ. അതുപോലെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം ഉള്ളത് നമ്മുടെ മൈൻഡിലാണ്, മനസ്സിലാണ്. അതുപോലെ മെമ്മറീസ്. മനോഭാവം എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ആരെങ്കിലും കാണുന്ന സമയത്ത് എന്തിനെ കുറിച്ചെങ്കിലും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലല്ല ആദ്യം പതിയ, ഇവരങ്ങനെ ചെയ്തു, ഇവരെനിക്ക് ഇങ്ങനെ ചെയ്ത ഓർമ്മയുണ്ട് അല്ലെ. അതുപോലെ മെമ്മറീസ്. അപ്പൊ ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനം നമ്മുടെ മൈൻഡിന്റെ ഫുഡ്. ടു മേക്ക് മൈൻഡ് അവർ ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് ആദ്യം വേണ്ടത് പോസിറ്റീവ് തോട്ട്സ് ആണ്. പോസിറ്റീവ് തോട്ട്സ് ആണ്. നമുക്ക് നമ്മുടെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി, ഇപ്പൊ നമ്മുടെ കൂടെ ഒരു നേരത്തെ പറഞ്ഞ നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ നല്ലൊരു സഹോദരി, നല്ല ഒരു ക്ലാസ്മേറ്റ് ഉണ്ടെങ്കിൽ, ആ കുട്ടി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയില്ല, അത് കുഴപ്പമില്ല, ഈ കുട്ടിക്ക് ഈ രീതിയിലായതുകൊണ്ടാണ് അല്ലെ. ഈ രീതിയിലായതുകൊണ്ട് എന്നോട് ഇങ്ങനെ ചിന്തിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പറയണം. നമുക്ക് അവരെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ സംസാരിക്കുമല്ലോ, അവരെ കുറ്റപ്പെടുത്താതെ നമ്മൾ സംസാരിക്കുമല്ലോ. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മളെ ഒരിക്കലും. അപ്പൊ ഈ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട്സ് നമ്മൾ മെഡിറ്റേഷൻ. സംസാരിക്കണോ എല്ലാരും? നിങ്ങൾ സംസാരിച്ചെന്തെന്ന് പറയും, മറ്റുള്ളവർക്കും കേൾക്കില്ല. ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കും. അപ്പൊ പോസിറ്റീവ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മനസ്സിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ തന്നെ ചിന്തകളുടെ ഒരു ഉറവിടാണ്. കളക്ഷൻ ഓഫ് തോട്ട്സ് ആണ് നമ്മുടെ മനസ്സ് അല്ലെ. മനസ്സിലല്ലേ ചിന്തകൾ നടക്കുക? മനസ്സിലാണോ ചിന്തകൾ നടക്കുക? അതല്ലയോ? എവിടെ നടക്കുക ചിന്തകള്? മനസ്സിലാണ് ചിന്തകള്. അപ്പൊ മനസ്സിന്റെ ചിന്തകളെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ് ചിന്തകൾ നമ്മൾ ചിന്തിക്കുക? ഒരു ദിവസം നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നോക്കുകയാണെങ്കിൽ, മീൻസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കുകയാണെങ്കിൽ 1000കണക്കിന് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നടക്കും. അതിൽ ഏതൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് ഉള്ളത്? പറയൂ. പോസിറ്റീവ് അല്ല, എനർജി അല്ല സിസ്റ്റർ, ചിന്തകളെ കുറിച്ചിട്ട് ചോദിക്കണം. പറയൂ. പോസിറ്റീവ് തോട്ട്സ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ്. പോസിറ്റീവ് തോട്ട്സ് ഉണ്ട്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, പിന്നെ ഓർഡിനറി തോട്ട്സ്. ഓർഡിനറി തോട്ട്സ് ഉണ്ട്, വേസ്റ്റ് തോട്ട്സ് ഉണ്ട്. വേസ്റ്റ് ആയിട്ട് നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ചിന്തിക്കണം. ന്യൂട്രൽ തോട്ട്സ്. ഇതുപോലുള്ള പോസിറ്റീവ് തോട്ട്സ് നമുക്ക് പോസിറ്റീവ് എനർജി നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും. നെഗറ്റീവ് തോട്ട്സ്, നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുമ്പോ എന്ത് എനർജിയാ കിട്ടുക? നെഗറ്റീവ് എനർജി, നെഗറ്റീവ് ഫീലിംഗ് കിട്ടും. നമ്മുടെ മൈൻഡ് കുറെ ഒരാളെ കുറിച്ച് നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആവും, നമ്മൾ ആകെ അപ്സെറ്റ് ആവും, നമുക്ക് പിന്നെ ഒന്നിനും ചെയ്യാൻ തോന്നണില്ല. പക്ഷെ പോസിറ്റീവ് ചിന്തകൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് നല്ല നല്ല കാർട്ടൂൺ ഷോ അല്ലെ, നല്ല കാർട്ടൂൺ ഷോ ചിലപ്പോൾ കാണാൻ ഇഷ്ടം, നല്ല പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുണ്ടാവും, നല്ല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവും. അപ്പോഴേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടണത്. നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണോ ആ രീതിയിലുള്ള എനർജിയാണ് നമ്മളുടെ മൈൻഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് മൈൻഡാണ് ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഗ്രേറ്റ് റിസോഴ്സ് അല്ലെ. ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് മനസ്സ്. ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഒരു ട്രഷർ അല്ലെങ്കിൽ നിധിയാണ് മനസ്സ്.
ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഒരു സമ്പത്താണ് മനസ്സ്. ഇപ്പൊ ഒരാള് പറയാ ഞാൻ നിനക്ക് ഇത്ര സമ്പത്ത് തരുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇത്ര വിലപ്പെട്ട ഒരു സാധനം ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് കേട്ടോ എന്നൊരാള് ഗിഫ്റ്റ് തന്നാൽ നമ്മൾ ആ ഗിഫ്റ്റിന് എന്താ ചെയ്യാ? എന്ത് ചെയ്യും നമ്മള് ഗിഫ്റ്റിന്? എവിടെയെങ്കിലൊക്കെ വലിച്ചെറിയോ? എന്തൊക്കെ നമ്മള് ഗിഫ്റ്റിന് ഒരു വളരെ നല്ല ഇഷ്ടപ്പെട്ട എടുത്തു വെക്കും. കയ്യില് വെക്കുവോ? കയ്യില് വെച്ചോണ്ടിരിക്കുവോ? സൂക്ഷിച്ചു വെക്കും. എവിടെ സൂക്ഷിച്ചു വെക്കും? കബോർഡിൽ വെക്കും. കബോർഡില്, എല്ലാരും കാണുന്ന വിധത്തില് കബോർഡിൽ വെക്കും അല്ലേ? അല്ല കുറച്ചും കൂടി വില പിടിച്ചിട്ടുള്ള ഗോൾഡും ഡയമണ്ട് ഒക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ലോക്കറിലിട്ട് പൂട്ടി വെക്കും. ആരും കൊണ്ടുവരുത്, കള്ളനൊന്നും കൊണ്ടുവരുത്. അപ്പൊ അതേപോലെ കുട്ടികളെ നോക്കൂ, നമ്മുടെ മനസ്സ് നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. ബാങ്കിൽ വെക്കും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എന്തായാലും ഈ പ്രായത്തിലും കുട്ടികൾക്ക് ഇതൊക്കെ അറിയണ്ടല്ലോ അല്ലെ? അപ്പൊ ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിനെ മോഷ്ടിക്കാനായിട്ട്, ആ മനസ്സിനെ വിഷമാക്കാനായിട്ട്, ആ മനസ്സിനെ നെഗറ്റീവ് ആക്കാനായിട്ട് ഈ ലോകത്തിൽ പല സന്ദർഭങ്ങൾ വരുന്നുണ്ട്. നിങ്ങള് പേപ്പറിലൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ എത്രയോ കുട്ടികളെ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അല്ലെ? എന്തുകൊണ്ടാണ് അവര് ലഹരിക്ക് അടിമപ്പെടുന്നത്? ലഹരി അതെ, ഒറ്റപ്പെടലാണ്. ലഹരി നമുക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലെ? ആർക്കും നമുക്ക് ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമല്ല. സിസ്റ്റർ നമുക്ക് മീനാസ്റ്റർ നമുക്ക് മനസ്സിലാക്കി തന്നു, മൊബൈൽ ഒരു അഡിക്ഷൻ ആണ്. അപ്പൊ അതേപോലെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള അഡിക്ഷൻസ് ഉണ്ട്. ഇതിലൊന്നും പോവാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് പോകണു? നമ്മുടെ മനസ്സിനെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാത്തതുകൊണ്ട്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ലഹരി കുടിക്കുന്നത് കാണുമ്പോ, സിഗരറ്റ് വലിക്കണ കാണുമ്പോ, മദ്യം ഉപയോഗിക്കണ കാണുമ്പോ ആ കുട്ടി ഇനി ചെയ്തോളൂ നമ്മൾ ആരെങ്കിലും പറയൂ? സഹതാപം തോന്നും. അതേപോലെ നമ്മള് നമ്മുടെ മൈൻഡിനെ ഒരു നല്ലൊരു സമ്പത്ത് പോലെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നമ്മുടെ മനസ്സിന്റെ വില നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് അഡിക്ഷൻസ്. കാരണം നമ്മുടെ മനസ്സിന് വേണ്ടത് സുഖമാണ്, സന്തോഷമാണ്. സുഖവും സന്തോഷവും കിട്ടാത്ത ഒന്നിലേക്ക് നമ്മൾ പോവോ? ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ TV ഓൺ ചെയ്ത് എല്ലാവരും ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ചിലപ്പോ വേഗം എന്ത് ചെയ്യും? ആ റിമോട്ട് എടുത്തിട്ട് അതിനെ കാർട്ടൂൺ ആക്കും അല്ലെ? അങ്ങനെ ആക്കണ എത്ര പേരുണ്ട്? കാർട്ടൂൺ ആക്കൂ. എനിക്ക് കാർട്ടൂൺ കാണണം, എനിക്ക് എന്താണ് ചോട്ടെ ഭീം കാണണം, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്താ അങ്ങനെയുള്ള കാർട്ടൂൺ കാണണം എന്ന് പറഞ്ഞാൽ കാർട്ടൂണിലേക്ക് റിമോട്ട് ഇത് മാറ്റുന്നവർ എത്ര പേരുണ്ട്? ഏതാണ്, ഏത് TV ഷോ ആണ് ഏറ്റവും ഇഷ്ടം? കാർട്ടൂൺസ് അല്ലേ ഏറ്റവും ഇഷ്ടം? അതോ ഇനി വേറെ വല്ലതും ഉണ്ടോ? സ്പോർട്സ് ഇഷ്ടമുള്ളവരുണ്ട്. പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ നിങ്ങൾ മാറ്റില്ലേ? അച്ഛനമ്മമാര് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ, ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ മാറ്റാൻ കാരണം? നിങ്ങൾക്ക് അതിലൂടെയാണ് ഹാപ്പിനെസ് കിട്ടണേ, നിങ്ങൾക്ക് അതിലൂടെയാണ് സുഖം കിട്ടണേ, മനസ്സിന് ഗുഡ് ഫീലിംഗ് അതിലൂടെയാണ് കിട്ടണേ. അപ്പൊ അതേപോലെ മനസ്സിന് നല്ല നല്ല ഗുഡ് ഫീലിംഗ് നമ്മള് നല്ല രീതിയിൽ, ഇപ്പൊ നേരത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ നല്ല നല്ല കാര്യങ്ങൾ അച്ഛനമ്മമാർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഫ്രണ്ട്സിന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് സന്തോഷമേകുന്നത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒരിക്കലും നെഗറ്റീവിലേക്ക് ഡൈവേർട്ട് ചെയ്യില്ല. കാരണം നമ്മുടെ മൈൻഡ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് റിസോഴ്സ് ആണ്, ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ മനസ്സ്. അപ്പൊ അതിന് ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്തതാണ് സിസ്റ്റർ ഇപ്പൊ പറഞ്ഞുതരാൻ പോണത്. ജപ്പാനിലെ ഒരു ഫ്യൂജി ഡാമില് എന്താ പറയാ, ഫ്യൂജി ഡാമില് നമ്മള് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളത്തില് 2 തരത്തിലുള്ള എക്സ്പെരിമെന്റ് നടത്തി. കാരണം നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനാണ്. നമ്മുടെ ശരീരത്തിൽ എന്താ ഉള്ളത്? നമ്മുടെ ശരീരത്തിൽ എന്താ ഉള്ളത്? എന്തൊക്കെയാ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തുകൊണ്ടൊക്കെയാണ്? കാർട്ടിലേജസ് ഉണ്ട്, പിന്നെ മസിൽസ് ഉണ്ട്, ബ്ലഡ് ഉണ്ട് അല്ലെ? 90% വാട്ടർ ആണ്, വെള്ളം അല്ലേ? 75% അബവ് വെള്ളമാണ്. അപ്പോ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എങ്ങനെ വെള്ളം എന്നുള്ള, ജലം എന്നുള്ള ഒരു തത്വത്തിന് എഫക്ട് ചെയ്യുന്നു എന്നത് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ 2 ചിത്രങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അതിൽ ഫസ്റ്റ് ചിത്രമാണ് ഫ്യൂജി ഡാമിലൂടെ, ജപ്പാനിലെ ഫ്യൂജി ഡാമിലെ ഒരു സയന്റിസ്റ്റ് ഈ വാട്ടർ മോളിക്യൂൾസിന് എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ്. ഈ വാട്ടർ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഫസ്റ്റ് ചിത്രത്തിൽ ഇരിക്കണം. നോക്കൂ, അതിന് ആദ്യം ഫോട്ടോ എടുത്ത സമയത്ത് ആ വാട്ടർ മോളിക്യൂൾസ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കണം. കണ്ടോ നിങ്ങള്?
ഫസ്റ്റത്തെ ചിത്രം കണ്ടില്ലേ? കണ്ടു. ലെഫ്റ്റ് സൈഡിലുള്ള ചിത്രം. ഈ റൈറ്റ് സൈഡിലുള്ള ചിത്രത്തിൽ എന്താ കാണുന്നത്? ആ മോളിക്യൂൾസ് എങ്ങനെ ഇരിക്കണം? വാട്ടർ മോളിക്യൂൾസ് ഏത് ചിത്രത്തിലാ ഇരിക്കണേ? അടുത്തടുത്തിരിക്കുന്ന. ഭംഗിയില്ല കാണാൻ ആദ്യത്തേനേക്കാളും? ആ. ഒരു പൂവിന്റെ ആകൃതിയിൽ വളരെ ഭംഗിയുള്ള ഒരു വാട്ടർ മോളിക്യൂൾസിന്റെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം നമ്മുടെ ശരീരത്തിലും ഇതുപോലെ അല്ലെ 25% കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു ആ ചിന്തയുടെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലെ വാട്ടർ മോളിക്യൂൾസിനും വരും. അത് എന്താ ഈ ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിസ്റ്റർ പറഞ്ഞുതരാം. ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് സാധാരണ ആ ഡാമിലുള്ള വെള്ളം എടുത്തിട്ടുള്ള ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് പിയാനോ വായിച്ചിട്ട് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആ ഡാമിന്റെ അടുത്തിരുന്ന് വായിച്ചു, കുറെ പാട്ടുകൾ പാടി, അങ്ങനെയുള്ള ഒരുപാട് പ്രയർ സോങ് പാടി, അങ്ങനെയുള്ള പാട്ടുകള് വെച്ചതിന് ശേഷമുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ ചിത്രമാണ് രണ്ടാമത്തേത് ഇരിക്കുന്നത്. അപ്പൊ ആ പാട്ടുകളുടെ സംഗീതത്തിൽ തന്നെ ആ വെള്ളത്തിന്റെ മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് മാറിയിരിക്കണം. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ്. നമ്മുടെ മനസ്സിൽ എത്രത്തോളം നമ്മൾ നല്ല ചിന്തകൾ ചിന്തിക്കുന്നു. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല കാർട്ടൂൺ ഫിലിം കാണുമ്പോഴായിരിക്കും, നല്ല പാട്ടുകൾ കേൾക്കുമ്പോഴായിരിക്കും, മറ്റുള്ളവർക്ക് നല്ല ഹെൽപ്പിംഗ് ചെയ്തു കൊടുക്കുമ്പോഴായിരിക്കും, അച്ഛനമ്മമാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നന്നായിട്ട് പഠിക്കുക, എന്താണ് ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ അല്ലെ രൂപഘടനയും ഇതുപോലെ. മനസ്സിലായില്ലേ? ഇതിന്റെ ഈ ഒരു ചിത്രത്തിൽ നോക്കൂ, ഒരു ഗ്ലാസ് വെള്ളത്തില് അത് വെള്ളത്തിന് പെട്ടെന്ന് എഫക്ട്, ഈ വൈബ്രേഷൻ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന വെള്ളത്തിനാണ്. അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും പറയില്ലേ, ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ, ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ട് വേണം നമ്മൾ വെള്ളം കുടിക്കാൻ. കാരണം നല്ല ചിന്തകള് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും സാധനത്തിനെയും നല്ലതാക്കിയിട്ട് മാറ്റും. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കാണുന്നുണ്ടോ ഈ ചിത്രം? അതിലെന്താ ഫസ്റ്റ് താഴെ എഴുതിയിരിക്കണേ? അപ്പൊ ഒരു ഗ്ലാസ് വെള്ളത്തില് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് എഴുതിയിട്ട് ഒരു വശത്ത് വെച്ചു. വേറൊരു ഗ്ലാസ് വെള്ളത്തില് മദർ തെരേസ എന്ന് എഴുതിയിട്ട് വേറൊരു വശത്ത് ഒരു ക്ലാസ് റൂമിൽ വെച്ചു. ഒരു ക്ലാസ് റൂമിൽ രണ്ടെണ്ണമായിട്ട് വെച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന വാട്ടർ മോളിക്യൂൾസിന്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് എഴുതിയിട്ടുള്ള അതിന്റെ ചിത്രം നോക്കൂ, ആകെ വികൃതമായിരിക്കും. കാരണം അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ ആരാണ് അഡോൾഫ് ഹിറ്റ്ലർ? ജർമ്മൻ എംപയറിന്റെ ഒരു ജർമ്മനിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ റൂഡ് ബിഹേവിയർ ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ ഓർമ്മ വന്ന് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് എഴുതിയിട്ടുള്ളതിന്റെ മോളിക്യൂൾ സ്ട്രക്ചർ നോക്കൂ നിങ്ങൾ, എത്ര മോശമായിട്ടായിരിക്കണം. എന്നാ പിന്നെ മദർ തെരേസ ആരാണ്? മദർ തെരേസ എന്ന് എഴുതിയിട്ടുള്ള അത് നോക്കും. അതുപോലെ ഒരുപാട് എക്സ്പെരിമെന്റ് ഇവർ ചെയ്തിട്ടുണ്ട്. കാരണം വെള്ളവും നമ്മുടെ ചിന്തയും തമ്മിൽ വളരെ ആഴമേറിയ ബന്ധമുണ്ട്. നമ്മൾ എന്ത് കഴിക്കണോ എന്ത് കുടിക്കണോ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കും നട്ട്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലുള്ള നല്ല നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ എന്തൊക്കെ ശരീരത്തിന് കൊടുത്താലും നിങ്ങളുടെ മനസ്സിന്റെ ചിന്ത നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കഴിച്ചതൊന്നും നിങ്ങളുടെ ശരീരത്തിന് പിടിക്കില്ല. ചിലരോട് നമ്മൾ ചോദിക്കില്ലേ, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണ്ടല്ലോ, പക്ഷെ ശരീരത്തിന്റെ കോലം കണ്ടു കഴിഞ്ഞാൽ അത് തോന്നുന്നില്ലല്ലോ, നമ്മൾ പറയില്ലേ? എന്താ കാരണം? നമ്മുടെ ചിന്തകൾ കൂടി നല്ലതായിരിക്കും. നമ്മുടെ ചിന്തകളെ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ശരീരത്തിന് നല്ല രീതിയിൽ നല്ല ചിന്തകളാണെങ്കിൽ പിടിക്കും. അപ്പൊ അതേപോലെ 2 ഗ്ലാസ് വാട്ടറിൽ ഒന്നില് ലവ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് റൂം ടേബിളിന്റെ മേലെ ലവ് എന്ന് എഴുതിയിട്ട് വെച്ചു. അതേപോലെ വേറൊരു വാട്ടർ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് അതില് ഹെയ്റ്റ് എന്ന് എഴുതിയിട്ട് വെച്ചു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവര് 2 ഗ്ലാസ്സിലെ വെള്ളം വന്ന് നോക്കി എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയപ്പോ ലവ് എന്ന് എഴുതിയതില് വളരെ മനോഹരമായിട്ടുള്ള സ്ട്രക്ചർ വന്നു, ഹെയ്റ്റ് എന്ന് എഴുതിയതിൽ വളരെ മോശം. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സിസ്റ്റർ പറഞ്ഞു തരണം എന്ന് വെച്ചാൽ, ഉദാഹരണ സഹിതം നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും അത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ നമ്മുടെ ചിന്തകള് വളരെ നന്നായിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. നമ്മുടെ ശരീരത്തിനെ ക്യാൻസർ രോഗമുള്ളതാക്കി മാറ്റുന്നതും നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ശരീരത്തിനെ വളരെ നല്ല ഹെൽത്തി ശരീരമാക്കി, അതുകൊണ്ട് പറയില്ലേ ഹെൽത്ത് ഏതൊക്കെ വേണം? ശരീരത്തിന്റെ മാത്രം ആരോഗ്യം നമ്മൾ നോക്കിയാൽ മതിയോ? ശരീരത്തിന്റെ മാത്രം ആരോഗ്യം നോക്കിയാൽ മതിയോ?
മൈൻഡിന്റെ ആരോഗ്യം നോക്കണം. മൈൻഡിന്റെയും കൂടി ആരോഗ്യം നോക്കണം. അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഹൗ അവർ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഫീലിംഗ്സ് എഫക്ട് ദ ഫിസിക്കൽ മെറ്റീരിയൽ. അല്ലെ, ജലം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ മെറ്റീരിയൽ ആണ്. ആ ജലം എന്ന് പറയുന്ന ഫിസിക്കൽ, വാട്ടർ എന്നുള്ള, വെള്ളം എന്നുള്ള ഫിസിക്കൽ മെറ്റീരിയലില് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകള്, നമ്മുടെ വാക്കുകള്, നമ്മുടെ ഫീലിങ്സ് അത് എത്രത്തോളം നന്നായിട്ട് എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മനസ്സിൽ പ്ലസന്റ് മെമ്മറീസ്, അല്ലെ, ഇഷ്ടപ്പെട്ട ചിന്തകൾ നമ്മൾ ചിന്തിക്കാൻ പാടും. ഇഷ്ടപ്പെടാത്ത ചിന്തകൾ ഒരിക്കലും. മറ്റുള്ളവരെ ശബ്ദം കേൾക്കണം. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പറയരുത്. പറയോ, പ്രവർത്തിക്കോ, നിങ്ങൾ എന്ത് ചെയ്യും പറയൂ. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചിന്തിക്കോ, പ്രവർത്തിക്കോ. ആരൊക്കെ ചിന്തിക്കില്ല, പ്രവർത്തിക്കില്ല, പറയില്ല? കാരണം ചിന്തകൾ പിന്നെ ആരും അറിയില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വൈബ്രേഷൻ ആണ്. പക്ഷെ നമ്മുടെ വാക്കുകള്, അതുപോലെ നമ്മുടെ അല്ലെ പെരുമാറ്റം, നമ്മുടെ വാക്കുകളും പെരുമാറ്റവും എപ്പോഴും എങ്ങനെ ഇരിക്കണം? വളരെ നല്ല പീസ്ഫുൾ ആയിരിക്കണം. മറ്റുള്ളവർക്ക് പീസ്. ഈ നോക്കൂ, ഈ മദർ തെരേസ എന്തുകൊണ്ട് ഫേമസ് ആയി? അവരുടെ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് ശാന്തി കൊടുത്തു, സന്തോഷം കൊടുത്തു. അതുപോലെ തന്റെ കർമ്മങ്ങളിലൂടെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിപ്പിക്കുന്ന കർമ്മം വേണം നമ്മൾ ചെയ്യാൻ. അച്ഛനമ്മമാരോട് ഞാൻ പറഞ്ഞ കേൾക്കില്ല, എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് നമ്മൾ നെഗറ്റീവായിട്ട് പറയല്ല. അവരെ പ്ലീസ് ചെയ്യിപ്പിക്കുന്ന വാക്കുകൾ വേണം വായിലൂടെ വീഴാൻ. എത്ര പേരുടെ വീഴും അങ്ങനെ? നോക്കട്ടെ സിസ്റ്റർ, കൈബന്ധിക്കൂ. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിപ്പിക്കുന്ന വാക്കുകള്, മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് നൽകുന്ന വാക്കുകള്. ഓക്കെ, നവോമിക കൈബന്ധിച്ചു, ഷോൺ കൈബന്ധിച്ചു, അയാൻ, തനിർക്ക എന്നല്ല പേര്, തനിർക്ക കൈബന്ധിച്ചിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സിസ്റ്റർ ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇട്ട് തരാം. ആ വീഡിയോയിൽ നമ്മൾ എന്താ കാണാന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുട്ടിയാണ്, 6 or 7 വയസ്സായിട്ടുള്ള കുട്ടിയാണ്. നിങ്ങളെക്കാളും ചിലപ്പോൾ പ്രായം കുറവായിരിക്കും. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. പക്ഷെ ആ കുട്ടി തൻ്റെ ഉള്ളില് സന്തോഷം കൊണ്ടുവരാൻ വേണ്ടി മറ്റുള്ളവരെ സ്മൈൽ ചെയ്യിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. അത് എങ്ങനെ ചിരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. സിസ്റ്റർ എല്ലാം പറഞ്ഞ വീഡിയോ രസം ഉണ്ടാവില്ല. അപ്പോ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി എന്താണ് ചെയ്യണമെന്നുള്ളത് കാണാം. സോറി, ഇതല്ല. Don't calculate it slowly. See how older students solve questions in seconds. Only 6 days. എങ്ങനെ സന്തോഷിപ്പിക്കും? ആരും മിണ്ടുന്നില്ല. പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോണ്ട്. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കാര്യം. മറ്റുള്ളവരോട് നമ്മള് നെഗറ്റീവായിട്ടുള്ള ഒരു മറുപടി നമ്മൾ പറയരുത്. മറ്റുള്ളവരടുത്ത് നമ്മള് അല്ലെ തർക്കിച്ചൊരു ഉത്തരം നമ്മൾ പറയരുത്. അങ്ങനെ എല്ലാ തരത്തിലും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം. എന്നാലേ നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടുള്ളൂ. ഈ കുട്ടി ഇതൊക്കെ ചെയ്യുന്നത് ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്ലെസ്സിങ്സ് വെച്ചാൽ എന്താ? ആശീർവാദം കിട്ടിയാൽ മാത്രമേ തന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ. നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും, എത്ര നല്ല സ്കൂളിൽ അച്ഛനമ്മമാര് നമ്മളെ കൊണ്ട് ചേർത്തിയാലും, അല്ലെ, എത്ര നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കാനും വായിക്കാനൊക്കെ തന്നാലും നമ്മൾ മറ്റുള്ളവരുടെ ബ്ലെസ്സിങ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. അത് കുട്ടികൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. എനിക്ക് നല്ല കഴിവുണ്ടാവും, ഞാൻ നല്ല ടോപ്പ് സ്കോറർ ആയിരിക്കും, പക്ഷെ എന്റെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, ടീച്ചേഴ്സ്, അല്ലെ, എന്റെ ഫ്രണ്ട്സ്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര്, ഇവരുടെ ബ്ലെസ്സിങ്സ് ഇല്ലാണ്ട് നമുക്ക് ഉയർച്ച. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മുഖം എങ്ങനെ ആയിരിക്കണം? കുട്ടികളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഒരു കുട്ടിയെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോയിട്ട് വാരി എടുക്കാൻ പോകും, അല്ലെ? എത്ര ഇന്നസെന്റ് ആണ്, എത്ര സ്മൈലിംഗ് ഫേസ് ആണ്. പറയാറുണ്ട്, ഒരു കുട്ടി ഒരു ദിവസം മിനിമം 300 തവണ ചിരിക്കും അത്ര. 300 ടൈംസ് ഒരു കുട്ടി ഒരു ദിവസം. ഒരു കാരണവും ഇല്ല, ചിരിപ്പിക്കുമൊന്നും വേണ്ട. നമ്മൾ പോയിട്ട് കുട്ടി ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. 300 ടൈംസ് മിനിമം ആ കുട്ടി ചിരിക്കൂ ഇത്ര ജീവിതത്തില്. 300 ടൈംസ്. നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം ചിരിക്കും? നവോമിക്ക് എത്ര പ്രാവശ്യം ചിരിക്കും?
ചിരിക്കാ പറഞ്ഞ ഹഹാ പറഞ്ഞ ചിരിക്കല്ല, സ്മൈൽ. നവമിക കേൾക്കണില്ലല്ലോ സിസ്റ്റർ. കേക്കുന്നുണ്ട് സിസ്റ്റർ. ഹൗ മെനി ടൈംസ്? എണ്ണാറില്ല. എന്താണ്, എണ്ണാറില്ലാന്നോ? അപ്പൊ പിന്നെ എന്താണ്, അളവറ്റ തവണ ഒരുപാട് തവണ ചിരിക്കും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. പിന്നെ ആരൊക്കെയോ? ഷോൺ എത്ര പ്രാവശ്യം ചിരിക്കും ഒരു ദിവസം? ഷോൺ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. പറയൂ. ദിയ, അൻകിത്, എല്ലാരും പറയൂ, എത്ര പ്രാവശ്യം ചിരിക്കുന്നു പറയൂ. ഒരുപാട് തവണ പറഞ്ഞോ. ഒരുപാട് തവണ. അതിന് എണ്ണീട്ടില്ല അല്ലേ? പറയൂ. ഓക്കെ ഓക്കെ, ഒരുപാട് തവണ. അനു എത്ര പ്രാവശ്യം ചിരിക്കും? ആരും എണ്ണീട്ടില്ല, അതാണ് ഒരു ബുദ്ധിമുട്ട്. തൻവിക? 4 തവണ ചിരിക്കും. 4 തവണയോ? 4 തവണ ചിരിക്കുള്ളൂ? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഓൾവേസ് സ്മൈലിംഗ്, ഓൾവേസ് അല്ലെ? എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കണം, എപ്പോഴും നമ്മുടെ മൈൻഡ് പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കണം. മൈൻഡല്ല, സോറി, നമ്മുടെ മുഖാണെങ്കിലും. എന്നാൽ മറ്റുള്ളവരും നമ്മളെ നോക്കി ചിരിക്കും. എന്താ എഴുതിയിരിക്കണം നോക്കൂ. ഇഫ് ഐ ആം ഹാപ്പി ഐ ക്യാൻ മേക്ക് ദ വേൾഡ് ഹാപ്പി. അല്ലെ, ഞാൻ ഒരാൾ ഹാപ്പി ആണെങ്കിൽ ആ ഹാപ്പിനെസിന്റെ വൈബ്രേഷൻ എനിക്ക് എന്റെ ചുറ്റുമുള്ളവരെയും ഹാപ്പി ആക്കി മാറ്റാൻ പറ്റും, എന്റെ കൂടെയുള്ളവരെയും ഹാപ്പി ആക്കി മാറ്റാൻ പറ്റും, എനിക്ക് എന്റെ വേൾഡിനെ മുഴുവനും. അത് മാത്രല്ല അല്ലെ, എന്റെ വേൾഡിലുള്ളവര്, അതായത് നമ്മുടെ കൂടെയുള്ളവർ ആരൊക്കെയാണോ, വിശ്വത്തിനെ മുഴുവനും നമുക്ക് ഹാപ്പി ആക്കി മാറ്റാൻ പറ്റും. എപ്പോഴും സ്മൈലിംഗ് ഫേസിൽ ഇരിക്കണം. ആ സ്മൈലിംഗ് ഫേസ് തന്നെ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ. കാരണം പറയാറുണ്ട്, മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അത് കാണും, മുഖത്ത് കാണും. അപ്പൊ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖാണെങ്കിൽ നമ്മുടെ മൈൻഡില് നമ്മൾ എപ്പോഴും പോസിറ്റീവ് പ്രോഗ്രാമിംഗ് കൊടുക്കണമെന്നാണ്. പിന്നെ അത് മാത്രല്ല, നമ്മള് എത്രത്തോളം പുഞ്ചിരിക്കണോ ഹാപ്പി ഹോർമോൺസ് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ഉള്ളില് സന്തോഷത്തിന്റെ ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യും. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിന് മാത്രമല്ല ശരീരത്തിനും ആരോഗ്യം. ഇന്നത്തെ ലോകത്തിലുള്ള മനുഷ്യർ സന്തോഷിക്കാൻ വേണ്ടി അവിടെ പോണു, ഇവിടെ പോണു, പാർക്കിൽ പോണു, ബീച്ചിൽ പോണു, പല സ്ഥലത്തേക്കും സന്തോഷിക്കാൻ വേണ്ടി പോവുക. പക്ഷെ ഇവിടെ ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കണം എന്താണെന്നറിയോ? കുട്ടികളെ, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും, എപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കും. ജീവിതത്തില് എത്ര മോശമായിട്ടുള്ള സന്ദർഭങ്ങൾ ഇപ്പൊ കണ്ടില്ലേ? ഒരു 6 വയസ്സായ കുട്ടിയുടെ കാര്യം, അല്ലെങ്കിൽ നേരത്തെ അരുണിമ സിൻഹയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ക്രിസ്റ്റഫർ ഈവിന്റെ കാര്യം പറഞ്ഞു. ഇവരൊന്നും ഇവരുടെ ജീവിതത്തിൽ സന്തോഷം വന്നിട്ട് ഞാൻ സന്തോഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നവരല്ല, അല്ലെ? ഏത് സിറ്റുവേഷനും നമ്മുടെ മൈൻഡ് ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് ചാലഞ്ചസ്, ഏത് വെല്ലുവിളിയും ഫേസ് ചെയ്യാൻ നമ്മുടെ മൈൻഡ് ശക്തമായിരിക്കണം. അങ്ങനെയുള്ള പോസിറ്റീവ് പ്രോഗ്രാമിംഗ് നമ്മൾ കൊടുക്കണം. നിങ്ങൾക്ക് അറിയണ്ടാവും, ഇദ്ദേഹത്തിന്റെ പേരെന്താ? ആൽബർട്ട് ഐൻസ്റ്റൈൻ. യെസ്, വെരി ഗുഡ് അല്ലെ, ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റൈന്റെ കഥയെ കുറിച്ച് എന്താ ഇതിനെ ഫേമസ്? അദ്ദേഹം തിയറി ഓഫ് റിലേറ്റിവിറ്റി. എന്താണ്? തിയറി ഓഫ് റിലേറ്റിവിറ്റി അഥവാ എഴുതിയല്ലോ. ശരി. അപ്പോ ഇദ്ദേഹത്തിന്റെ ചെറുപ്പത്തില്, ഇദ്ദേഹത്തിന്റെ ചെറിയ ക്ലാസ്, എനിക്ക് തോന്നുന്നു LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു ടൈമില് മറ്റേ ഈ കുട്ടിയെ സ്കൂളിലത്തെ ടീച്ചർ ഒരു ലെറ്റർ ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മയുടെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ ആ ലെറ്റർ വായിച്ചു. അതിൽ എന്താണ് എഴുതിയിരിക്കണം എന്നുള്ളത് ഇദ്ദേഹത്തിനോട് പറഞ്ഞില്ലേ, മോനോട് പറഞ്ഞില്ലേ? അപ്പൊ മോൻ ചോദിച്ചു, മോൻ പറഞ്ഞ ഐൻസ്റ്റൈൻ ചോദിച്ചു, എന്താ അമ്മ അതിൽ എഴുതിയിരിക്കണ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ടീച്ചർ എന്നോട് പറഞ്ഞിരിക്കണ ഇതാണ്, നീ ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് നിന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല, നിന്നെ അമ്മയ്ക്ക് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അത്രയും ബ്രില്യന്റ്, അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെറ്ററിൽ എഴുതി കൊടുത്തു. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു? വീട്ടിൽ തന്നെ ഇരുത്തി അമ്മ പഠിപ്പിച്ചു. അങ്ങനെ ഈ കുട്ടി വളർന്നു, വലുതായി, വിശ്വത്തിന് ഫേമസ് ആയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിട്ട് മാറി. എപ്പോഴും ഇദ്ദേഹത്തിന്റെ അമ്മയൊക്കെ മരിച്ചു പോയതിനു ശേഷം ഈ ഒരു ലെറ്റർ ഐൻസ്റ്റൈന് കിട്ടുകയാണ് കയ്യില്. കാരണം അത്രയും വർഷങ്ങൾ ഈ ലെറ്ററിനെ കുറിച്ച് അറിഞ്ഞിട്ടും ഇല്ല, നോക്കിയിട്ടും ഇല്ല, അന്വേഷിച്ചിട്ടും ഇല്ല. ആ ലെറ്ററിൽ എന്താ എഴുതിയിരിക്കണമെന്ന് അറിയോ? പണ്ട് ഈ കുട്ടി ചെറുപ്പത്തില് LKG കുട്ടിയായിരിക്കുന്ന സമയത്ത് ടീച്ചർ എഴുതി കൊടുത്തത്, നിന്റെ മോനെ ഒരു സ്കൂളിലും പഠിക്കാൻ യോഗ്യതയില്ല,
അത്രയും ഫുൾ ആയിട്ടുള്ള കുട്ടിയാണ്. അത്രയും ഫുൾ ആയിട്ടുള്ള കുട്ടിയാണ്. ഒന്നും തലയിൽ കയറുന്നില്ല. എന്നെ കൊണ്ടും പഠിപ്പിക്കാൻ പറ്റില്ല, ഒരു സ്കൂളിലും പഠിപ്പിക്കാൻ പറ്റില്ല. അതാണ് അതിലെ ഇത്. പക്ഷെ ആ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്തു? ഇതിനെ പോസിറ്റീവ് രീതിയിൽ പറഞ്ഞു കൊടുത്ത് ആ രീതിയിൽ ആ കുട്ടിയെ വളർത്തി പോസിറ്റീവ് പ്രോഗ്രാമിംഗ് മൈൻഡിന് കൊടുത്തിട്ട് അത്ര വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ ഇതിൽ സിസ്റ്റർ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഫസ്റ്റ് നമുക്ക് നമ്മുടെ മൈൻഡിന് വേണ്ടത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ സെൽഫ് ടോക്കിംഗ്. എന്ത് സെൽഫ് ടോക്കിംഗ്? നമ്മുടെ മനസ്സിന് പോസിറ്റീവ് രീതിയിലുള്ള ടോക്കിംഗ് നമ്മൾ കൊടുക്കണം. കാരണം നമുക്ക് എത്ര ഇന്റലിജന്റ് ആണെങ്കിലും നമ്മുടെ മനസ്സിലെ ഇങ്ങനെയുള്ള പോസിറ്റീവ് ടോക്കിംഗ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് ഒരിക്കലും ഒരു കാര്യത്തിലും ഡെവലപ്പ് ആകും. നമുക്ക് ഒരിക്കലും ഒരു മേഖലയിലും നമുക്ക് ഉയർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുപോലെ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു കാര്യവും നമ്മൾ ആരടുത്ത് ഒളിപ്പിച്ച് വെക്കരുത്. നേരത്തെ സിസ്റ്റർ മീനാസ്റ്റർ നമുക്ക് പറഞ്ഞില്ലേ, മൊബൈൽ കാണുകയാണെങ്കിലും അച്ഛനമ്മമാരുടെ മുന്നിൽ വെച്ച് കാണുക, നമ്മൾ ഒറ്റയ്ക്ക് പോയിരുന്ന് കാണില്ല. എത്ര നേരം കാണുകയാണെങ്കിലും അതിൽ എന്ത് മെസ്സേജുകൾ വായിക്കുകയാണെങ്കിലും എല്ലാവരുടെയും മുന്നിൽ ഓപ്പൺ ആയിട്ടിരുന്ന് നമ്മൾ ചെയ്യാം. എല്ലാവരുടെയും മുന്നിൽ ഓപ്പൺ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ എല്ലാവരുമായിട്ടും ഓപ്പൺ. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ, അമ്മ, ടീച്ചേഴ്സ്, അല്ലേ, നമ്മളെ കെയർ ചെയ്യുന്നവർ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, അവരുടെ അടുത്ത് നമ്മൾ എല്ലാം ഓപ്പൺ ആക്കി വെക്കുക. പിന്നെ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഗുഡ് ഡയറ്റ്. നല്ല ഭക്ഷണം നമ്മൾ, കാരണം ഏതുപോലെ അന്നം അതുപോലെ മനെന്ന് പറയും. കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ മനസ്സ്. അതുപോലെ നന്നായിട്ട് ഉറങ്ങണം. എല്ലാവരും നന്നായിട്ട് ഉറങ്ങാറുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് ഉറങ്ങില്ലേ? അത് ഉറക്കം ഡിസ്റ്റർബ് ആയിട്ടാണോ? നന്നായിട്ട് ഉറങ്ങില്ലേ? ഓക്കെ ഓക്കെ. പരീക്ഷ ടൈമിലോ? പരീക്ഷ സമയത്തോ? 5 മണിക്കൂർ. 5 മണിക്കൂറാണ്. ബാക്കി എല്ലാ സമയത്ത് 10 മണിക്കൂർ. 10 മണിക്കൂറാണ്. ഓക്കെ. മിനിമം കുട്ടികൾക്ക്, ചെറിയ കുട്ടികളാണെങ്കിൽ 10 to 12 hours വരെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ 7 to 8 hours വരെയെങ്കിലും നമ്മൾ നന്നായിട്ട് ഉറങ്ങണം. പിന്നെ രാത്രി നേരത്തെ കിടക്കുക. പകല് മുഴുവൻ കിടന്നുറങ്ങുക എന്നല്ല എൻ്റെ അർത്ഥം. രാത്രി നേരത്തെ കിടക്കുക, രാവിലെ നേരത്തെ എണീക്കുക. പിന്നെ ഗുഡ് കമ്പനി. നമ്മുടെ കമ്പനിയും നമ്മളെ ഒരുപാട് ബാധിക്കും. നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയാണോ, നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടാ. കാരണം അവരെന്ത് പറയണോ അതായിരിക്കും നമ്മുടെ മനസ്സിൽ ഞങ്ങളുടെ ഈ പ്രായത്തിൽ പതിയുക. അതുകൊണ്ട് നല്ല കമ്പനി. അവരെന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്ന കൂട്ടുകെട്ടാണ് ഈ ലഹരിയിലൊക്കെ അടിമപ്പെടുന്ന, അങ്ങനെയല്ലേ അല്ലെ? അവര് ഒന്ന് ടേസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് ഇത് ചെയ്ത് നോക്കൂ എന്ന് പറയും. എങ്ങനെയാണ് അവർ അതിലേക്ക് പോണത്. അപ്പൊ ഗുഡ് കമ്പനി വളരെയധികം അത്യാവശ്യമാണ്. അക്സെപ്റ്റ് ആസ് യു ആർ. നേരത്തെ സിസ്റ്റർ പറഞ്ഞു സെൽഫ് അക്സെപ്റ്റൻസിനെ കുറിച്ച്. ഞാൻ എന്താണോ, എങ്ങനെയാണോ, ഈശ്വരൻ എനിക്ക് എന്ത് കഴിവാണോ തന്നിട്ടുള്ളത്, എനിക്ക് എന്ത് ഫാമിലിയാണോ, എങ്ങനെയുള്ള ഫാമിലിയാണോ തന്നിട്ടുള്ളത്, എങ്ങനെയുള്ള ക്ലാസ് ആണോ, എങ്ങനെയുള്ള ക്ലാസ് റൂം ആണോ, എങ്ങനെയുള്ള സ്കൂളാണോ, അതിനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക. അതിന് ആ രീതിയിൽ നമ്മൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഹെൽത്തി ആക്കി മാറ്റാൻ പറ്റും. കാരണം നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മുടെ മനസ്സിനെ അല്ലെ നല്ല കാര്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നു, അത്രയും നമ്മുടെ നോക്കൂ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാ എഴുതിയിട്ടുണ്ട്? ഓരോ കുട്ടികൾ എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട്. വരയ്ക്കാതിരുന്ന മറ്റുള്ളവർക്ക് കാണും കേട്ടോ. അത് മാച്ച് കളഞ്ഞോളൂ, ഡിലീറ്റ് ചെയ്തോളൂ. ഇതിലെന്തൊക്കെയാ നോക്കൂ. ഇത് വന്നിട്ട് forgive yourself your mistake. നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? എന്നെ തന്നെ forgive, എന്നെ തന്നെ മാപ്പാക്കുക. എന്നോട് തന്നെ ഞാൻ പൊറുക്കുക. ഇല്ല, എന്നെ ഞാൻ ചെയ്യില്ല. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അതിന്റെ ബുദ്ധിമുട്ടാണ്. അച്ഛനമ്മമാർക്ക് അത് ഫേസ് ചെയ്യേണ്ടി വരും, കുടുംബത്തിന് ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ എന്നെ തന്നെ forgive ചെയ്യാം. കുറച്ച് സമയം ഞാൻ എനിക്ക് വേണ്ടി സ്പെൻഡ്, അല്ലെ? അത് മെഡിറ്റേഷൻ ആയിരിക്കാം, പ്രയർ ആയിരിക്കാം, നമ്മുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ, നല്ല നല്ല ബുക്സ് വായിക്കുന്നതായിരിക്കാം, അല്ലെ? നല്ല നല്ല ബുക്സ് വായിക്കുന്നതായിരിക്കാം, ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ അച്ഛനമ്മമാരെ ഹെൽപ്പ് ചെയ്യുന്നതിലായിരിക്കാം. അങ്ങനെ എനിക്ക് വേണ്ടി കുറച്ച് സമയം ആദ്യം എന്നെ സ്നേഹിക്കുക. ആദ്യം എന്നെ സ്നേഹിക്കുക, എന്നാലേ എനിക്ക് മറ്റുള്ളവരെ, കൂടെയുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. എനിക്ക് എന്നെ സ്നേഹിക്കാതെ, എന്നെ അക്സെപ്റ്റ് ചെയ്യാതെ എനിക്ക് ഒരിക്കലും മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നോക്കൂ, റെസ്പെക്ട് യുവർ സെൽഫ് എന്നുള്ളതിൽ എന്താ ചിത്രത്തിൽ കാണിക്കണേ? ഒരു പൂച്ചക്കുട്ടി. ആ പൂച്ചക്കുട്ടിക്ക് കണ്ണാടി നോക്കുമ്പോൾ ആരായിട്ടാ കാണുന്നത്? സിംഹമായിട്ട്.
എനിക്ക് എന്നെ എപ്പോഴും ഒരു സൂപ്പർമാൻ ആയിട്ട്, ഒരു സൂപ്പർ ഹീറോ ആയിട്ട് വേണം എനിക്ക് കാണാനായിട്ട്. എനിക്ക് എന്നെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് കാണാം. ഞാൻ ഇത്രയല്ലേ ഉള്ളൂ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ, ആ രീതിയിൽ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നോക്കൂ, ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതാവുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയാ ഇതിൽ കൊടുത്തിരിക്കുന്ന? CPU കൊടുത്തിട്ടുണ്ട് അല്ലേ? CPU ഇതുപോലെ ഈ നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട്, മിക്സി കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഓരോ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോ അതായത് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ തുണി വാഷ് ചെയ്യും, മിക്സി ഉപയോഗിച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഹാർട്ടല്ല സോറി എഞ്ചിൻ ഉപയോഗിച്ച് നമ്മൾ മെഷീൻ വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കണത് പോലെ നമ്മുടെ ശരീരത്തിലെ ഇൻസ്ട്രുമെന്റ്സ് ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. തലച്ചോറ് അല്ലെ, ലങ്സ് ശ്വാസകോശം, അതുപോലെ എഞ്ചിൻ എന്ന് പറയുന്നത് ഹാർട്ടാണ്, ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് സ്റ്റൊമക്ക് ആണ്, ഇൻഡസ്റ്റൈൻ ആണ്, കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രം അലക്കണ പോലെ നമ്മുടെ ഇംപ്യൂരിറ്റീസ് ഒക്കെ പുറത്തേക്ക് കളയണ സംഭവമാണ്. അപ്പൊ ഇതുപോലുള്ള ഓരോ ഓർഗാൻസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഓരോന്നിനും ഓരോരോ ഫങ്ഷൻ ഉണ്ട്. ഈ ഓർഗാൻസിനൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്, ഈ ശരീരത്തിലെ ഓർഗാൻസിനെ മുഴുവനും പ്രവർത്തിപ്പിക്കുന്നത്, ഉദാഹരണത്തിന് ഗ്രൈൻഡറിന് ഓടാനും അല്ലെ, വാഷിംഗ് മെഷീനിനെ പ്രവർത്തിക്കാനും, ടിവിക്ക് പ്രവർത്തിക്കാനും എല്ലാം എന്ത് വേണം? പ്രവർത്തിക്കാനായിട്ട് എന്താണ് ആവശ്യം? പ്രവർത്തിക്കാനായിട്ട് ഇലക്ട്രിസിറ്റി ആവശ്യം. അപ്പൊ അതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള പലതരം ഇൻസ്ട്രുമെന്റ്സ് ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് അല്ലെ. ഹാർട്ടിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നു, തലച്ചോറ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാത്തിനും സിഗ്നൽസ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു അല്ലെ, ലങ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ്സിനെയൊക്കെ പ്രവർത്തിക്കുന്ന സംഭവമാണ് സോൾ, ആത്മാവ്. മലയാളത്തിലാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റിൽ കാണുന്നത് നമ്മുടെ ശരീരം അല്ലെ. നമ്മുടെ ശരീരത്തിൽ നേരത്തെ ആരോ പറഞ്ഞില്ലേ, കാർട്ടിലേജ് ഉണ്ട്, ബോൺ ഉണ്ട്, ബ്ലഡ് ഉണ്ട്, വെയിൻസ് ഉണ്ട് അല്ലെ, ഞരമ്പുകളുണ്ട്. അപ്പൊ ഇതോടുകൂടി എപ്പോഴാണോ ആത്മാവ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ബീങ് കൂടി ചേരുന്നത്, അപ്പോഴേ നമ്മളെ പോലെ ഒരു മനുഷ്യനായിട്ട് മാറുള്ളൂ. എങ്ങനെയാണ് ഒരു കാറില് ഡ്രൈവർ ഇരുന്നുകൊണ്ട് കാർ ഓടിക്കണം, കാറ് തന്നെ ഓടില്ല. റിമോട്ട് കാർ ആണെങ്കിൽ കൂടി റിമോട്ട് അമർത്താൻ ആള് വേണം അല്ലെ. ഒരു വ്യക്തി ഇല്ലാണ്ട് കാർ ഓടുവോ? ഡ്രൈവർ ഇല്ലാണ്ട് കാർ ഓടുവോ? ഇല്ല. അതേപോലെ ഇതിൽ കാർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരമാകുന്ന കാറിലും ആത്മാവാകുന്ന ഡ്രൈവർ ആവശ്യമാണ്. ഈ കാറിനെ നമുക്ക് കാറിനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ കാറിന് കൊടുക്കുന്നുണ്ട്. ശരീരത്തിന് വേണ്ടതെല്ലാം നമ്മൾ ശരീരത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡ്രൈവറിന് വേണ്ടത് നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ സോൾ, SOUL, സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയാം. സോൾ എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? സോൾ എന്നുള്ള ഫുൾ ഫോം എന്താണ്? സോഴ്സ് ഓഫ് യുണീക് ലൈറ്റ്. സോഴ്സ് ഓഫ് യുണീക് ലൈറ്റ്, SOUL. കാരണം സോൾ എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് ആണ്. അപ്പൊ നോക്കൂ, ഈ ചിത്രത്തില് ഇരുപുരുകങ്ങൾക്ക് മധ്യത്തിലായിട്ട് ഒരു ലൈറ്റ്, ഒരു പ്രകാശം നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു യുണീക്ക് ലൈറ്റ് ആണ് നമ്മൾ ഓരോരുത്തരുടെയും മുഖത്തില് ഇരുപുരുകങ്ങൾക്കും മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളെല്ലാവരുടെയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആത്മാവ് എവിടെയാണ് ഇരിക്കണേ? എവിടെ ഇരിക്കണേ? ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും. അത് എത്ര കുഞ്ഞു കുട്ടിയാണെങ്കിലും എത്ര വലിയവരാണെങ്കിലും, കണ്ടില്ലേ ഈ കുട്ടികളുടെയൊക്കെ മുഖത്ത് കണ്ടില്ലേ? ആ മുഖം ഇത്രയും ഷൈനിങ് ആക്കിയിട്ട് ബ്രൈറ്റ് ആക്കിയിട്ട് വെക്കുന്നത് ആ ഇരുപുരുകങ്ങൾക്ക് മധ്യത്തിലുള്ള, ഇപ്പൊ നിങ്ങൾ ഓരോ മക്കളുടെയും ശരീരത്തിനകത്ത് ഈ ആത്മാവ് ഈ ദേഹത്തിലുള്ളത് കാരണം കൊണ്ടാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കണ. ആത്മാവ് ഈ ദേഹത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും ശരീരം ആത്മാവ് എന്ന് പറയുന്നത് ഒരു യുണീക് ലൈറ്റ് മാത്രമല്ല. അതിൽ എന്തൊക്കെയുണ്ട്? വായിക്കൂ, ആര് വായിക്കും? വായിക്കും. ആത്മാവിൽ എന്തൊക്കെയുള്ള? ആത്മാവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റുണ്ടോ ആത്മാവ് ഇവിടെ ഉണ്ടെന്നുള്ളത്? കൈ മുഖമൊക്കെ ചെയ്യണ പോലെ അറിയാൻ പറ്റുമോ? ആത്മാന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. സോൾ എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ എനർജിയാണ്. ആ എനർജിയിൽ എന്തൊക്കെയുണ്ട് നോക്കൂ. ആനന്ദം, ശക്തി, പവിത്രത, സുഖം, സ്നേഹം, ശാന്തി, ജ്ഞാനം അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ മനസ്സിന് ആവശ്യമായിട്ടുള്ള. ഇപ്പൊ നിങ്ങൾ എന്തിനാണ് കാർട്ടൂൺ ഫിലിം കാണുന്നത്? സന്തോഷം കിട്ടാൻ. നിങ്ങൾ എന്തിനാ ഐസ്ക്രീം കഴിക്കണേ? ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമല്ലേ? നിങ്ങൾ എന്തിനാ ഐസ്ക്രീം കഴിക്കണേ? എന്തിനാ ഐസ്ക്രീം കഴിക്കണേ?
മനസ്സിന് സന്തോഷം കിട്ടാൻ. സന്തോഷം. പക്ഷെ എപ്പോഴും സന്തോഷം കിട്ടും നമുക്ക് ഐസ്ക്രീം കഴിച്ചാൽ സന്തോഷം കിട്ടും. അത് കഴിഞ്ഞാലോ ചിലപ്പോ കഴിച്ചപ്പോ നിങ്ങൾ സന്തോഷത്തോടെ കഴിച്ചു, ശരി. ഇനി ഐസ്ക്രീം കഴിച്ചിട്ട് നിങ്ങളുടെ വയറിന് വല്ല പ്രശ്നം വന്ന എന്തായി? ഐസ്ക്രീമിലൂടെ സന്തോഷം കിട്ടിയോ സങ്കടം കിട്ടിയോ? സങ്കടം. പിറ്റേ ദിവസം എക്സാം ആണ്. എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് കാർട്ടൂൺ അല്ലെങ്കിൽ കോമിക് ഫിലിം നിങ്ങൾ കണ്ടു. ഫിലിം കാണുമ്പോ ഭയങ്കര സന്തോഷത്തോടെ കണ്ടു. പക്ഷെ എക്സാം മുഴുവനും ടഫായി കഴിഞ്ഞാൽ എന്തായി? അതുകൊണ്ട് നമ്മള് മറ്റുള്ള സാധനങ്ങള് പുറമേയുള്ള സാധനങ്ങളിലൂടെ ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് ലഞ്ച് നമ്മള് ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിൽ ഇരുന്നപ്പോ അമ്മ നമുക്ക് ചോറും തന്നു, കയ്പയ്ക്ക് ഉപ്പേരിയും തന്നു. കയ്പയ്ക്ക് ഉപ്പേരി ആർക്കെങ്കിലും ഇഷ്ടമാണോ? കയ്പയ്ക്ക് ഉപ്പേരി ഇഷ്ടമാണോ? ഇഷ്ടല്ല. കാരണം എന്താ? കയ്പുണ്ട് അല്ലേ? ഇഷ്ടല്ല. അപ്പൊ അമ്മ ചോറും കയ്പയ്ക്ക് ഉപ്പേരിയും തന്നാ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കും? അപ്പൊ പാടിയിരിക്കോ? ശരി, അമ്മ നമുക്ക് ചോറും വളരെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഷും കൂടി തന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖം പ്രസന്നമായിരിക്കും അല്ലേ? സന്തോഷമായിരിക്കും. അപ്പൊ നോക്കൂ, നമുക്ക് പുറമേയുള്ള സാധനങ്ങള് നമ്മള് കഴിക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾ അതിനുണ്ടല്ലോ, സെൻസ് ഓർഗാൻസ്. നമുക്ക് 5 സെൻസ് ഓർഗാൻസ് ആണുള്ളത്. കണ്ണ്, കാത്, നാവ്, അല്ലെ, മൂക്ക്, മണക്കാനുള്ളത്, സ്പർശിക്കാനുള്ളത്. അപ്പൊ ഈ സെൻസ് ഓർഗാൻസിലൂടെ നമുക്ക് നല്ലത് കിട്ടുമ്പോഴാണ് നമ്മുടെ മനസ്സ് സന്തോഷിക്കണം. ഈ സെൻസ് ഓർഗാൻസിലൂടെ നാവില് കഴിച്ചിട്ടുള്ള ആഹാരം, അല്ലെങ്കിൽ ചെവിയിലൂടെ നമുക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകള്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത പാട്ടുകള്, കണ്ണിലൂടെ ഇഷ്ടപ്പെടാത്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ മോശമായത് നമ്മൾ ഈ സെൻസ് ഓർഗാൻസിലൂടെ കയറ്റുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് എന്ത് ചെയ്യുന്നത്? സന്തോഷം നഷ്ടപ്പെടുന്നത്, സ്നേഹം നഷ്ടപ്പെടുന്നത്. അപ്പോ നമുക്ക് ശാശ്വതമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ഇവിടെ പറയണത്. സാധനങ്ങൾ ചിലപ്പോ നമുക്ക് കയ്പുള്ളത് കിട്ടും, ചിലപ്പോൾ മധുരമുള്ളത് കിട്ടും. ഗുലാബ് ജാമുൻ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്, ഐസ്ക്രീം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഹാപ്പിനെസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇന്ന് ഗുലാബ് ജാമുൻ കഴിച്ചു, നാളെ വേറെ പ്രശ്നമായാൽ നമ്മുടെ ഹാപ്പിനെസ് കിട്ടും. ഇന്ന് നമുക്ക് കയ്പയ്ക്കുപ്പേരി കഴിച്ചാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിച്ചാലും അത് ശരീരത്തിന് ഗുണമാണ്, ശരീരത്തിന് നന്മയാണ് നമുക്ക് നൽകുക. അപ്പൊ അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും. പക്ഷെ ആത്മാവിലുള്ളത് ശാശ്വതമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ശാന്തിയാണ്, ആയിട്ടുള്ള സ്നേഹമാണ്. അത് നമുക്ക് എപ്പോ വേണമെങ്കിലും എവിടെ ഇന്ന് വേണമെങ്കിലും അനുഭവിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ ഇരുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ആത്മാവിന്റെ പെർമനന്റ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് ചെയ്യാം. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമ്മളെ മനസ്സിന്റെ ഉള്ളില് ഐ ആം എ പീസ്ഫുൾ സോൾ, ഞാനൊരു ശാന്തസ്വരൂപമായ ആത്മാവാണ്. ഐ എം എ ലവ്ഫുൾ സോൾ, ഞാനൊരു സ്നേഹസ്വരൂപമായിട്ടുള്ള ആത്മാവാണ്. ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യണം. പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സിസ്റ്റർ പറയണത്, ഫീൽ ചെയ്യണം. ഞാൻ എൻ്റെ ഉള്ളില് പീസ് ആണുള്ളത്. ഞാൻ എല്ലാവരോടും വളരെ പീസ്ഫുൾ ആയിട്ട് സംസാരിക്കുള്ളൂ. ഞാൻ വളരെ ശാന്തമായിട്ട് പെരുമാറും. വളരെ നല്ല രീതിയിൽ പീസ്ഫുൾ ആയിട്ടുള്ള കർമ്മം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നേരത്തെ ആ കുട്ടി എല്ലാവരും ചിരിപ്പിച്ച പോലെ ഞാൻ എല്ലാരെയും ചിരിപ്പിക്കുന്ന വിധത്തിലുള്ള സന്തോഷിപ്പിക്കുന്ന വിധത്തിലുള്ള കർമ്മം. ആ രീതിയിൽ നമ്മള് നമ്മുടെ മനസ്സില് ഞാൻ പീസ്ഫുൾ സ്റ്റാർ ആണ്. എല്ലാരും ശ്രദ്ധിക്കണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഐ ആം എ പീസ്ഫുൾ സ്റ്റാർ. എല്ലാരും എഴുതു നോക്കട്ടെ. ഞങ്ങളുടെ ഫസ്റ്റ് ഹോംവർക്ക് ഇതാണ്. ഐ ആം എ പീസ്ഫുൾ സ്റ്റാർ എന്നുള്ളത് ഒരു 10 തവണ നമ്മൾ എഴുതണം. അതെങ്ങനെ എഴുതണം എന്നറിയോ? ഞാൻ എൻ്റെ ഇരു മൃഗങ്ങൾക്കും മധ്യത്തില് ഇവിടെയാണ് കൊട്ടിടുന്ന സ്ഥലത്ത് കണ്ടില്ലേ കുട്ടികളുടെ നെറ്റിയില്, അവിടെ ഞാൻ ഒരു ചെറിയൊരു സ്റ്റാറിനെ കണ്ടിട്ട് ഞാൻ പീസ്ഫുൾ സ്റ്റാർ ആണ്. ആ പീസ്, ആ ശാന്തി ഉള്ളില് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ എഴുതണം. ഐ ആം എ പീസ്ഫുൾ സ്റ്റാർ. ഐ ആം എ പീസ്ഫുൾ സ്റ്റാർ. എത്ര തവണ എഴുതണം? 10 തവണ നമ്മൾ എഴുതണം. 10 തവണ. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ഇതും കൂടി ഉണ്ട്. നേരത്തെ ഞാൻ ഫസ്റ്റ് ഒരു ഹോംവർക്ക് പറഞ്ഞിരുന്നു. ഞാൻ ആർക്കൊക്കെ എന്റെ ജീവിതത്തില് ഉറങ്ങുന്നതിന് മുൻപ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറഞ്ഞിട്ട് ഉറങ്ങണം. അത് ഫസ്റ്റത്തെ ഹോംവർക്ക്. സെക്കൻഡത്തെ ഹോംവർക്ക് എന്താണ്? ഐ എം എ പീസ്ഫുൾ സ്റ്റാർ. ഇത് ഫീൽ ചെയ്തുകൊണ്ട് എഴുതണം. വെറുതെ ഇമ്പോസിഷൻ എഴുതണ പോലെ എഴുതിയിട്ട് കാര്യമില്ല, ഫീൽ ചെയ്തുകൊണ്ട് എഴുതണം. ഓക്കെ. അടുത്തത്
നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള 7 വാല്യൂസ് ആണ് ഇതില്. എന്തൊക്കെയാണ് വാല്യൂസ്? നേരത്തെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് തന്നെ. ഇംഗ്ലീഷ് അറിയണവർ ഇംഗ്ലീഷിൽ എഴുതൂ, മലയാളത്തിൽ അറിയണവർ സിസ്റ്റർ മലയാളം കാണിച്ചു തരാം. പീസ് പറയാമോ? ഏതാണ് ഹോംവർക്ക്? ഹോംവർക്ക് ഐ എം എ പീസ്ഫുൾ സ്റ്റാർ എന്നുള്ളത് 10 ടൈംസ് നമ്മൾ എഴുതണം. ഇതെങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് എഴുതണം. ആ പീസ് നമ്മുടെ എങ്ങനെ നമുക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ സന്തോഷം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കുക. ഗുലാബ് ജാമുൻ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ കഴിക്കുക. അതായത് വെറുതെ ഒന്ന് കഴിച്ചു തീർക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആരും കഴിക്കാറില്ല അല്ലെ? അത് മെഡിസിൻ കുടിക്കുമ്പോഴായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുക. ഇത് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഐ എം എ പീസ്ഫുൾ സ്റ്റാർ, ഞാൻ ശാന്ത സ്വരൂപാത്മാവാണ്. ഇത് ഇംഗ്ലീഷ് എഴുതി. എല്ലാവരും ഇംഗ്ലീഷ് എഴുതിയോ? എഴുതി കഴിഞ്ഞാൽ പറയൂ. ഓക്കെ, ഇനി മലയാളം കാണിച്ചു തരാം. മലയാളം അറിയണവര് മലയാളം. അപ്പൊ ഇത് നോക്കൂ, നമ്മൾ ഇതുപോലെ ദിവസവും രാവിലെ എന്ത് ചെയ്യണം? നീറ്റ് വഴിക്ക് കണ്ണാടി നോക്കില്ലേ നിങ്ങൾ എല്ലാവരും? ആരൊക്കെ കണ്ണാടി നോക്കാറുണ്ട്? സ്കൂളിൽ പോകുമ്പോൾ റെഡി ആവണല്ലോ, കണ്ണാടി നോക്കും. ഓക്കെ, നമ്മൾ ഇടാൻ വേണ്ടി നോക്കും, പൗഡർ ഇടാൻ വേണ്ടി നോക്കും, തല ചെയ്താൽ. അപ്പൊ നമ്മളെ ഒരു സൂപ്പർ ഹീറോ, നിങ്ങൾക്ക് നിങ്ങളെ എന്തായി കാണാനാണ് ആഗ്രഹിക്കുന്നത്? ഉദാഹരണത്തിന് ഓരോരുത്തരോടും സിസ്റ്റർ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും എനിക്ക് ഇന്നതായി മാറണം എന്ന് പറയും. 2-3 പേര് പറയൂ. അനു പറയൂ, അവൾക്ക് എന്തായിട്ടാ മാറണ്ടേ വലുതായിട്ട്? ചോദിക്കാണ് അച്ഛനോട് അമ്മയോടൊക്കെ എന്തായിട്ടാ മോള് പറയൂ, ആരോടും ചോദിക്കണ്ട. സെൽഫ് നവമിക എന്തായിട്ടാ മാറണ്ടേ വലുതായിട്ട്? പോലീസ്. ആരാ പറഞ്ഞു പോലീസ്? സുബിയാണല്ലോ പോലീസ് പറഞ്ഞ. പോലീസ് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞ? കാശിയാണ്. കാശി. എന്റെ പേര് കാശിനാഥൻ. പോലീസ് ആയിട്ട് അമ്മേന്റെ പേര്. ഓ, നല്ല കുട്ടിയല്ലോ. അമ്മയുടെ പേര് സുബി. ആ, സുബി നമ്മുടെ പേര്. നവമിക ആ, എന്തായിട്ട് മാറുന്ന വലുതായിട്ട്? യു ആർ ഓൾറെഡി BK ആണ്. BKയില് എങ്ങനെയല്ല BK? വലിയ സ്റ്റേജ് ആയിട്ടുള്ള BK. വലിയ സ്റ്റേജ് ആയിട്ടുള്ള BK. വെരി ഗുഡ്. പിന്നെ ഹാപ്പി വുമൺ. ഹാപ്പി വുമൺ. വെരി ഗുഡ്. ഹാപ്പി വുമൺ ആയിട്ട് മാറണം. നല്ല ഹാപ്പിനെസ് ചോദിച്ചെന്നറിയോ? നിങ്ങൾ രാവിലെ എണീറ്റ് കണ്ണാടി നോക്കുമ്പോ നിങ്ങൾ അതായിട്ട് കാണും. ഇപ്പൊ കണ്ടില്ല ഒരു പൂച്ച കണ്ണാടി നോക്കി എഞ്ചിനീയർ. ഓക്കെ, അപ്പൊ എഞ്ചിനീയർ ആയിട്ട് കാണണം അല്ലെ? നമ്മൾ എന്തായിട്ടാണോ നമ്മൾ കാണാൻ ആഗ്രഹിക്കണേ, നമ്മൾ രാവിലെ എണീറ്റ് കണ്ണാടി നോക്കുമ്പോ നമ്മൾ ആ രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിട്ട് കാണണം. മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള കുറച്ച് പോസിറ്റീവ് പ്രോഗ്രാമിംഗ് നമുക്ക് കൊടുക്കണം. ഐ ആം വിന്നർ, ഐ ആം ഇന്റലിജന്റ്. നിങ്ങൾ എഴുതിക്കോളൂ, ഇത് നമ്മൾ ഉള്ളിൽ പറയേണ്ടതാ. ഐ ആം ഇന്റലിജന്റ്, ഞാൻ വളരെ ബുദ്ധിശാലിയായിട്ടുള്ള കുട്ടിയാണ്. എനിക്ക് മാത്രമല്ലേ മാർക്കുള്ളൂ, അല്ലെങ്കിൽ എന്റെ മാർക്ക് എന്താ വളരെ കുറവ്, അങ്ങനെയല്ല. ഞാൻ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, സ്റ്റുഡന്റ് ആണ്. ഞാൻ വിന്നറാണ്, ടോപ്പറാണ്. ഞാൻ വളരെ സ്ട്രോങ് ആണ്. ഞാൻ സൂപ്പർ സ്റ്റുഡന്റ് ആണ്. ഐ ആം സക്സസ്ഫുൾ അല്ലെ? ഈ രീതിയിലുള്ള കുറച്ച് പോസിറ്റീവ് കമാൻഡിങ് നമ്മൾ പ്രോഗ്രാമിംഗ് ആയിട്ട് നമ്മുടെ മൈൻഡിന് ദിവസവും രാവിലെ നമുക്ക് തന്നെ കൊടുക്കില്ലേ? എല്ലാവരും രാവിലെ എണീറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോകണം, ഇഷ്ടപ്പെട്ട പാർക്കിൽ കൊണ്ടുപോകുന്നൊക്കെ അച്ഛനമ്മമാരോട് പറയില്ലേ? അതുപോലെ നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. അതാണ് പിന്നെ ഐ ആം എ പീസ്ഫുൾ സ്റ്റാർ, ഞാൻ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർ ആണ്. എന്നിട്ട് ആ സ്റ്റാറിനെ നമ്മുടെ ഇരുപുരുകത്തിന്റെ മധ്യത്തിൽ കാണാം. ഓക്കെ, മനസ്സിലായ എല്ലാവർക്കും സിസ്റ്റർ പറഞ്ഞത്? ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്താലോ? ഈ കുട്ടി ഇരിക്കണ പോലെ നമ്മള് കണ്ണടച്ചിരിക്കൂ. കണ്ണടച്ചിരിക്കാൻ മാത്രല്ല, നമ്മുടെ മൈൻഡില് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പീസ്ഫുൾ സ്റ്റാറിനെ നമ്മുടെ 2 പുരുകങ്ങൾക്ക് മധ്യത്തിൽ കാണാം.
നേരത്തെ സിസ്റ്റർ കാണിച്ചു തന്നു. കണ്ടില്ലേ ഈ കുട്ടികളുടെ ഇതിൽ കണ്ട പോലെ ഒരു പീസ്ഫുൾ സ്റ്റാറിനെ കാണും. സിസ്റ്റർ പറയുന്നത് നിങ്ങൾ ആ റേറ്റ് പറയണമെന്നില്ല, ഫീൽ ചെയ്താൽ മതി. ഫീൽ ചെയ്താൽ മതി. എല്ലാവരും കണ്ണടച്ചിരിക്കൂ. ഒരു പീസ്ഫുൾ ടൈനി ലിറ്റിൽ സ്റ്റാറിനെ നമ്മൾ നമ്മുടെ മനസ്സിൽ കാണൂ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാറാണ്. എത്ര ഭംഗിയാണ് ആ സ്റ്റാറിനെ കാണാൻ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പോലെ വളരെ ടൈനി ആയിട്ടുള്ള ഒരു പീസ്ഫുൾ സ്റ്റാർ എൻ്റെ ഇരുപുരുകങ്ങൾക്കും ഈ ഫോർഹെഡില് നെറ്റിത്തടത്തില് ഇവിടെ നിന്നായിട്ട് സ്ഥിതി ചെയ്യാണ്. ഞാൻ അതിനെ കാണുകയാണ്. അതിന്റെ ഷൈനിങ് ഞാൻ കാണുകയാണ്. വളരെ ഷൈനിങ് ആയിട്ടുള്ള സ്റ്റാർ. എങ്ങനെയാണോ ആകാശത്തിലെ ഷൈനിങ് സ്റ്റാറിനെ കാണുന്നത്, അതേപോലെ ഷൈനിങ് ആയിട്ടുള്ള സ്റ്റാർ. ആ ഷൈനിങ് സ്റ്റാറിൽ നിന്നും പീസ്ഫുൾ ആയിട്ടുള്ള വൈബ്രേഷൻ, പീസ്ഫുൾ ആയിട്ടുള്ള റേസ്, പീസ്ഫുൾ ആയിട്ടുള്ള കിരണങ്ങള് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നെറ്റിയിൽ നിന്നും. കാണുന്നുണ്ട് എല്ലാവരും? ആ പീസ്ഫുൾ റേഡിയേഷൻ ഫീൽ ചെയ്യും. ഞാൻ പീസ്ഫുൾ സ്റ്റാർ ആണ്. എൻ്റെ വായിലൂടെയുള്ള വാക്കുകള് പീസ്ഫുൾ ആയിരിക്കും. എൻ്റെ ചെറിയ അനിയത്തിമാരോട്, അനുജന്മാരോട്, ചേട്ടന്മാരോട്, ചേച്ചിമാരോടൊക്കെ, എൻ്റെ സഹോദരങ്ങളോടൊക്കെ ഞാൻ പീസ്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യും. പീസ്ഫുൾ ആയിരിക്കും ഞാൻ. എൻ്റെ പെരുമാറ്റം മറ്റുള്ളവർക്ക് പീസ് നൽകും, ശാന്തി നൽകും. എൻ്റെ പെരുമാറ്റത്തിലൂടെ ഞാൻ മറ്റുള്ളവരിലേക്കും ശാന്തി നൽകും. ഞാൻ പീസ്ഫുൾ സ്റ്റാർ ആണ്. എൻ്റെ എല്ലാ കർമ്മങ്ങളും മറ്റുള്ളവർക്ക് ശാന്തി നൽകുന്ന കർമ്മങ്ങളായിരിക്കും. ഐ ആം എ പീസ്ഫുൾ ബീയിങ്. ഐ ആം എ പീസ്ഫുൾ സോൾ. ഐ ആം എ ഹാപ്പി സോൾ. വളരെ സന്തുഷ്ടനായിട്ടുള്ളൊരു ആത്മാവാണ്. പീസ്ഫുൾ ആണ്, ഹാപ്പിയാണ്. എൻ്റെ വാക്കുകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഈ വാല്യൂസ് ആയിരിക്കും ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഈ കാര്യത്തിൽ ഞാൻ അറ്റൻഷൻ വയ്ക്കും. ഐ എം എ ലവ്ഫുൾ സോൾ. മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടി പെരുമാറും. എൻ്റെ അനിയത്തിമാരോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ ഞാൻ സ്നേഹത്തോടെ പെരുമാറും. ആരെടുത്ത് അടികൂടില്ല. അച്ഛനമ്മമാരായിട്ട് അടികൂടില്ല. അവർ പറഞ്ഞാൽ കേൾക്കും. സമയത്തിന് സ്കൂളിൽ റെഡിയാവും, സമയത്തിന് ഭക്ഷണം കഴിക്കും, സമയത്തിന് ഉറങ്ങും, സമയത്തിന് ഹോംവർക്ക് ചെയ്യും. നല്ലൊരു കുട്ടിയാണ്. സക്സസ്ഫുൾ സ്റ്റാർ ആണ്. ഞാൻ നല്ലൊരു കുട്ടിയാണ്. സൂപ്പർ സ്റ്റാർ ആണ്. സൂപ്പർ ഹീറോ. ഞാൻ എന്നെ തന്നെ അഭിനന്ദിക്കുകയാണ്. ഐ ആം എ സൂപ്പർ ഹീറോ. ഐ എം എ സൂപ്പർ ഹീറോ. എല്ലാരും പറയൂ, ഐ എം എ സൂപ്പർ ഹീറോ എന്ന് പറയൂ നോക്കട്ടെ. ഒരു മിനിറ്റ്. എല്ലാരും അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് പറയൂ. കണ്ണു തുറന്നോളൂ. എല്ലാരും കണ്ണു തുറന്നോളൂ. സിസ്റ്ററെ കാണുന്നുണ്ടോ? എല്ലാവരുടെയും കൈ ഇങ്ങനെ വെക്കൂ. കൈ ഇങ്ങനെ വെക്കൂ. എന്നിട്ട് അവനവന്റെ തോളിൽ തട്ടിയിട്ട് പറയൂ, ഐ ആം എ സൂപ്പർ ഹീറോ. പറയൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. തോളിൽ തട്ടി നമ്മൾ ഒരാളെ അഭിനന്ദിക്കില്ലേ, അതുപോലെ ഐ ആം എ സൂപ്പർ ഹീറോ പറയൂ എല്ലാവരും. ആരുടെയും വാക്ക്. ഒരു മിനിറ്റ്. പറയൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് പറയൂ. സൂപ്പർ ഹീറോ. സൂപ്പർ ഹീറോ. ഞാൻ എന്നെ തന്നെ അഭിനന്ദിക്കാം. എന്നെ തന്നെ സൂപ്പർ ഹീറോ. വെരി ഗുഡ്. എല്ലാരും നല്ല സൂപ്പർ ഹീറോ ഹീറോയിൻസ് ആണ് കേട്ടോ. ഇന്ന് വന്നിരിക്കുന്ന 30 കുട്ടികളും 30 പേര് ജോയിൻ ചെയ്തിരുന്നു. വളരെ സൂപ്പർ ഹീറോ ആണ്.